بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. بنور رسول الله أشرقت الدنا، ففي نوره كل يجيء ويذهب. براه جلال الحق للخلق رحمة، ففي بده كل الورى يتقلب. بدا مجده من قبل نشأة آدم، فأسماؤه في العرش من قبل تكتب. بمبعثه كل النبيين بشرت، فما مرسل إلا له كان يخطب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട സൂറത്തുൽ കൗസറിൻ്റെ ആദ്യ ഭാഗത്തുള്ള അല്പം ചില കാര്യങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞു വച്ചത്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ബഹുമാനമാണ് ഈ സൂറത്തിലെ ഏറ്റവും പ്രധാന പ്രമേയം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നിശ്ചയം തങ്ങൾക്ക് നാം ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ആർക്കും പറഞ്ഞും എഴുതിയും തീർക്കാൻ കഴിയാത്ത അത്രയും
വിശാലമായ മഹത്വങ്ങൾ നിറഞ്ഞ ഗുണവിശേഷണങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. ഏത് വിധേന നാം അത് പറഞ്ഞു വച്ചാലും പൂർത്തീകരിക്കാൻ കഴിയില്ല. അവിടുത്തെ സംബന്ധിച്ച് എഴുതിയ ആളുകൾ മുഴുവനും അവിടുത്തെ മഹത്വത്തെ വർണ്ണിച്ച് ഏതെങ്കിലും ഒരു ഭാഗം എഴുതി ബറക്കത്തിന് അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയ ആളുകളും പേജുകൾ നിരത്തി ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങൾ മുഴുവനും ചെലവഴിച്ച് എഴുതിയ ആളുകളും എഴുതിക്കഴിയുമ്പോൾ അവസാനം അവർ പറയുന്നൊരു വാക്ക് തീർക്കാൻ കഴിയില്ല, പൂരിപ്പിക്കാൻ കഴിയില്ല, പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇമാം അഹ്മദ് ഷൗഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അഖില്ലായ മൻ യശ്രീ മദിഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖ്റഉ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൻ യശ്രീ മദിഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ എഴുതി തിട്ടപ്പെടുത്താൻ കണക്കാക്കി ക്ലിയറാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? അവിടുത്തെ മദ്ഹിലാണ് കുതുബും മിനല്ലാഹി തുഖ്റഉ, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഗ്രന്ഥങ്ങളും, ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, ഫുർഖാൻ മാത്രമല്ല, അള്ളാഹു ലോകത്ത് ഇറക്കിയ മുഴുവൻ ഗ്രന്ഥങ്ങളും ഏടുകളും എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വായിക്കപ്പെടുന്നത് അവിടുത്തെ അപദാനങ്ങളാണ്, മദ്ഹുകളാണ്. എല്ലാ അംബിയാവും ലോകത്ത് സംസാരിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ്. എല്ലാവരും പഠിച്ചതും അവരവരുടെ സമൂഹത്തിന് പകർത്തിക്കൊടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ്. ഒരാൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. തങ്ങൾ പിറക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ അല്ലാഹു തആല ജനങ്ങളുടെ സന്മാർഗത്തിന് വേണ്ടി അയച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ബിനാഉൽ കഅബ, കഅബ നിർമ്മാണം. അത് പൂർത്തീകരിച്ച ശേഷം മഹാനവറുകൾ വിശാലമായൊരു പ്രാർത്ഥന നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ നാട്ടുകാരിൽ, ഈ ജനങ്ങളിൽ നീ ഒരു റസൂലിനെ അയക്കണം, നിന്റെ കിതാബും അതിൻ്റെ വിശദീകരണങ്ങളും പഠിപ്പിച്ച് എല്ലാ വിധേനയും അവരെ സംസ്കരിക്കുന്ന ഒരു റസൂൽ, അങ്ങനത്തെ ഒരു റസൂലിനെ നീ അയക്കണം എന്ന് പ്രാർത്ഥിച്ചു. കഅബ നിർമ്മാണം കഴിഞ്ഞ ഉടനെ കഅബത്തിന്റെ അടുത്ത് വെച്ചാണ് പ്രാർത്ഥന. ഏറ്റവും വിശുദ്ധമായ ഒരു ഗേഹം, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ദുആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് വേണ്ടിയായിരുന്നു. അതെത്ര നൂറ്റാണ്ട് മുമ്പാണ്. പിറന്ന ശേഷം തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, അത് അന ദഅവത്തു അബി ഇബ്രാഹിം അലൈഹിസ്സലാം, എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ പുലർച്ചെയാണ് ഞാൻ ഇവിടെ വരണം, മക്കയിൽ ജനിക്കണം എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആഇന് നേരെ പിറകിൽ നിന്ന് ആമീൻ പറഞ്ഞിരുന്നത് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. അപ്പൊ ആ പ്രാർത്ഥന അന്ന് നടത്തിയെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വ്യക്തമായി പഠിപ്പിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ്. എല്ലാ നബിമാരും അതുതന്നെയാണ് ലോകത്ത് പകർന്നു നൽകിയതും പഠിപ്പിച്ചതും. അപ്പോൾ അത് വർണ്ണിച്ച് വിവരിച്ച് തീർക്കാൻ കഴിയില്ല. എങ്കിലും ബറക്കത്തിന് വേണ്ടി പറയുന്നു, പഠിക്കുന്നു എന്ന് മാത്രം. കഴിവിൻ്റെ പരമാവധി നാം ഓരോരുത്തരും ആ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ഒരുപാട് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും വേണം. എത്രത്തോളം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ പഠിക്കുന്നുവോ അത്രയും അധികം നമ്മുടെ മനസ്സ് നന്നായി കിട്ടും. നമ്മുടെ ഖൽബിന് നല്ല വെളിച്ചം ലഭിക്കും, സമാധാനം ലഭിക്കും. അത് ഖുർആനിലുള്ള ആയത്ത് തന്നെ വിശദീകരിച്ച് മഹാന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഈമാനുള്ളവരുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത് ദിക്റുല്ലാഹി കൊണ്ടാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുല്ലാഹി കൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കും. ദിക്റുല്ലാഹി എന്നതിന് ഇമാം ഖാളി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ തഫ്സീർ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു. അള്ളാഹുവിൻ്റെ ദിക്ർ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരുമാണ്, സ്വഹാബിമാരുമാണ്. അവരെ പറയാ, അവരെ പഠിക്കുക, അവരെ സ്മരിക്കുക, അവരെ അനുകരിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, വീണ്ടും വീണ്ടും ഓരോ അധ്യായങ്ങൾ വായിച്ചു പഠിക്കുക. അതുകൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കും. മനസ്സിന്റെ ഏറ്റവും വലിയ സമാധാനം മനസ്സ് ആശങ്കകളിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിൻ്റെ ദിക്റിനും ഫിക്റിനും വേണ്ടി ഒരുങ്ങുന്ന മനസ്സായി മാറണം. എപ്പോഴും ദുനിയാവിൻ്റെ ആർത്തിയിലുള്ള മനസ്സ് നല്ല മനസ്സല്ല. ദുനിയാവിൻ്റെ ആർത്തിയിലാണ് രാവും പകലും, കിടക്കുമ്പോഴും ഒരുങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ. അതൊരു ദുർമോഹമുള്ള മനസ്സാണ്. അള്ളാഹുവിനെ ഓർക്കാൻ എത്രത്തോളം കഴിയുന്ന കൽബാണോ നമ്മുടെ കൽബ്, പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം എന്തു ചെയ്തു എന്ന് ചിന്തിക്കാൻ മാത്രം പക്വതയുള്ള കൽബാണോ നമ്മുടെ കൽബ്, കുറച്ചെങ്കിലും ആ കൽബിനൊരു തുമനീനത്തുണ്ട്, ഒരു സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന കൽബല്ല, നമുക്ക് മടങ്ങിപ്പോകാനുള്ളൊരു മടക്കത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന കൽബ്. ആകെ ഇത്തിരി കാലമുണ്ട്. ആ കാലത്ത് എന്താ ചിന്തിക്കേണ്ടത്? ചിന്തിക്കണം. അതിനൊരുക്കമുള്ള കൽബ് കിട്ടാൻ നല്ലൊരു മാർഗമാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ കൂടുതൽ പ്രശംസിക്കുക, പറയുക, ഓർക്കുക, പഠിക്കുക, വായിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ചെറിയൊരു ശ്രമമാണ് നമ്മുടെ ഈ റിഫായി റാത്തീബിനോടനുബന്ധിച്ച് ഇവിടെ ഈ നടത്തുന്ന സൂറത്തുൽ കൗസറിൻ്റെ ഈ ചെറിയ ഒരു വിശദീകരണം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്നതിന് ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടി, ഈ സൂറത്ത് ഇറങ്ങാൻ കാരണമായ ഒരു വിഷയം കൂടി അവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ആ ആയത്ത് പറയുമ്പോൾ അവിടുത്തേക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ തന്നു എന്നതിൽ ഈ സൂറത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ എന്നതിൽ നമ്മൾ ഇന്നലെ ചെറിയ രൂപത്തിൽ പറഞ്ഞു, അല്ലാഹു തആല അവിടുത്തേക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് കൗസർ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഹൗദ്. അതേപോലെ തന്നെ അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഇൽമ് അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ്. അതുമാത്രമല്ല, അവിടുത്തേക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ധാരാളം അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൽ വലിയൊരു അനുഗ്രഹമാണ് ഔലാദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര. ഈ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുമായി ബന്ധപ്പെട്ടാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മത്താഫിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മുശ്രിക്കുകളിൽ, കൊടിയ മുശ്രിക്കുകൾ കൂട്ടത്തിൽപ്പെട്ട നേതാക്കളിൽപ്പെട്ട
തങ്ങളോട് കൂടുതൽ എതിർപ്പുള്ള ആളുകളിൽപ്പെട്ട ഒരാളാണ് ആസ് ബിൻ വായിൽ. അയാളുമായിട്ട് എന്തോന്ന് സംസാരിക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന കുറേ പ്രമുഖന്മാര് നോക്കിക്കണ്ടു. വലിയ വലിയ നേതാക്കളൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അവർ നോക്കുന്നുണ്ട്, എന്താ അവർ തമ്മിൽ ഇങ്ങനെ ഇത്രയും വർത്തമാനം. എതിർപ്പുള്ള ആളുകളാകുമ്പോൾ കൂടുതൽ നേരമൊന്നും സംസാരിക്കൂലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരു വാക്ക് പറയും, മറ്റേ വാക്കിൽ അത് തീർക്കും. ആസ് ബിൻ വായിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഈ ഇരിക്കുന്ന ഖുറൈശി നേതാക്കളിൽപ്പെട്ട പലരും ചോദിച്ചു, അല്ല എന്താ നിനക്കൊരു പ്രത്യേക സംസാരം, ആരോടാ നീ സംസാരിച്ചത്? സംസാരിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലാണോ ഈ പ്രയോഗം? അതെ, അത്രയും കൂടുതൽ ബന്ധവും അടുപ്പൊക്കെ ഉള്ള ആളുകളോടല്ലേ ഇങ്ങനെ സംസാരിക്കേണ്ടത്. അപ്പൊ ആസ് ബിൻ വായിൽ അവരോട് പറഞ്ഞു, ഞാനങ്ങനെ സംസാരിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരു വിഷമവും തോന്നേണ്ടതില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ സംസാരിച്ചത് ദാലിക്കൽ അബ്തർ, ആ അബ്തറിനോടാണ് ഞാൻ സംസാരിച്ചത്. ഈ സൂറത്തിന്റെ അവസാനം അങ്ങനെ ഒരു വാക്ക് അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇവരോട് പറഞ്ഞു, ഞാൻ ആ അബ്തറിനോടാണ് സംസാരിച്ചത്. അബ്തർ എന്ന വാക്കിന്റെ അർത്ഥം വാലറ്റവൻ, ഗുണം മുറിഞ്ഞവൻ, കുറ്റിയറ്റവൻ, പരമ്പര മുറിഞ്ഞ ആള്, എല്ലാ നിലക്കും ഗുണം തീർന്നുപോയ ആള് എന്നാണ്. എന്താ അവൻ അങ്ങനെ പറയാൻ കാരണം? ആസ് ബിൻ വായിൽ എന്താ അങ്ങനെ പറഞ്ഞത്? പൊതുവെ ഒരാളുടെ ശൈലിയും ഒരാളുടെ പിൻ തലമുറയും നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സന്താന പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. അള്ളാഹു അവിടത്തേക്ക് നൽകിയ 3 ആൺമക്കളും ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്. അപ്പൊ ഇവൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, കൂടുതൽ എതിർക്കൊന്നും വേണ്ട, അത്ഭുതപ്പെടുന്നും വേണ്ട, ഞാൻ സംസാരിച്ചതിൽ അങ്ങനെ പ്രത്യേകമായിട്ട് നിങ്ങൾ ആശങ്കപ്പെടുകയും വേണ്ട. അതാ ഈ കാണുന്ന ഈ മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് വഫാത്തായി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം പിന്നെ ഉണ്ടാകൂല. ഈ പ്രസ്ഥാനം പരമ്പരയില്ലാത്തത് കൊണ്ട് നിലനിൽക്കൂല. സാധാരണ നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തറവാടിന്റെ മഹിമയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ നിലനിൽക്കുന്നതിൽ പ്രധാനമായും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം അങ്ങനെയാണല്ലേ, അയാൾ പോയാൽ പിന്നെ അടുത്ത ആൾ ആരാണ്, പിന്നെ അടുത്ത ആളാരാ, പിന്നെ അടുത്ത ആളാ, പിൻഗാമി ആരാന്നൊരു ചോദ്യമല്ലേ. ഇത് കണക്ക് കൂട്ടിയിട്ട് ആൺകുട്ടികൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഈ പ്രസ്ഥാനം തന്നെ നിലച്ചു പോകും എന്ന കണക്കിലൂടെയാണ്, പിന്നെ ആരും പറയാനും കൊണ്ടുപോകാനൊന്നും ഉണ്ടാകൂല എന്ന നിലക്കാണ് അവനിത് പറയുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ മറുപടി, ആ പറഞ്ഞത് ശരിയല്ല നബിയെ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അവിടുത്തേക്ക് നാം ധാരാളം സന്താന പരമ്പരകൾ തന്നിട്ടുണ്ട്. ആൺമക്കള് ലോകത്ത് ബാക്കിയായിട്ടില്ലെങ്കിലും പെൺമക്കളിലൂടെ അവിടുത്തെ സന്താന പരമ്പര അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളല്ലേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവിടുത്തെ പേരക്കുട്ടികളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കൾ. ആ മക്കളിലൂടെ ഇങ്ങനെ ലോകത്ത് സയ്യിദന്മാരെ നിലനിർത്തി. ഒന്ന് കൂട്ടി നോക്കൂ, എത്ര എത്ര വലിയ സാദാത്തുക്കൾ ലോകത്ത്. അവരെ കണക്കെടുത്താൽ എത്ര ഉണ്ടാകും? ഓരോ നാട്ടിലുള്ളത് ഇങ്ങനെ കണക്കെടുത്ത് നോക്കൂ നിങ്ങൾ. ഒരൊറ്റ നാട്ടിലുള്ളതിനെ കണക്കെടുത്താൽ എഴുതി തീർക്കാൻ കഴിയില്ല, അത്രയും അധികമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഹളർമൗത്ത്, യമൻ, എത്ര വലിയ സാദാത്തുക്കളുണ്ട് അവിടെ. ആ സന്താന പരമ്പരയിലൂടെ ലോകത്തിങ്ങനെ വന്ന വലിയ വലിയ സയ്യിദന്മാർ എത്രയുണ്ട്. അത് തീർന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയും ലോകത്തൊരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങൾ ലോകത്ത് ഇനിയും വരാനുണ്ട്. ധാരാളം സന്താന പരമ്പരകൾ തങ്ങൾക്കാണ് നാം നൽകിയിരിക്കുന്നത്. തങ്ങളെ കുറ്റം പറഞ്ഞ് ഈ വിഷയം തങ്ങളെപ്പറ്റി പരാമർശിച്ച അവനില്ലേ ആസ് ബിൻ വായിൽ, അവന്റെ പേര് നിലനിർത്താനെങ്കിലും ആരുണ്ടോ? ആരെങ്കിലും ഒരാളുണ്ടോ? തങ്ങളുടെ പേരും പെരുമയും പ്രശംസയും അത് ലോകത്ത് നാം ബാക്കി നിർത്തും.
അതിന് പ്രധാനമായും അവിടുത്തെ സന്താന പരമ്പരകളെ ലോകത്ത് നാം ബാക്കി നിർത്തും. ആ സന്താന പരമ്പരകളിലൂടെ വന്ന വ്യക്തിത്വങ്ങളിൽ പ്രധാനപ്പെട്ട ആളുകളെ എണ്ണി നോക്കുമ്പോൾ ഒന്നു രണ്ടും അല്ല. പക്ഷെ അവിടെ ഒരു വിഷയം കൂടി മനസ്സിലാക്കണം. സന്താന പരമ്പര മുറിഞ്ഞു പോയിട്ടില്ല. മുറിഞ്ഞുപോയി എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം പേരിൽ നടക്കുന്ന വിദേഹത്തുകാരെ കൂട്ടത്തിൽ അങ്ങനെയും ഒരു ടീമുണ്ട്. ഇനിയും വേണമല്ലോ കുറെ ആൾക്കാർ. അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായതോടുകൂടെ സാദാത്തുക്കളെ പരമ്പരയൊക്കെ മുറിഞ്ഞു, പിന്നെ ആരുമില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ അത് അവസാനിച്ചിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ, അന്ന് ജീവിച്ചിരിക്കുന്ന മക്കളിൽ ഒരു പ്രധാനപ്പെട്ട മകനാണ് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് നേരെ വാപ്പാന്റെ പേരാ വെച്ചത്. അങ്ങനെ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. വല്യപ്പാന്റെ പേര് മകനിട്ടുകൊണ്ട് ആ വല്യപ്പാന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി അങ്ങനെ ഒരു സ്വഭാവമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. മോനും ഉപ്പാന്റെ പേരിട്ടു അലിന്ന്. പിൽക്കാലത്ത് ആ കുട്ടിയാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ജനങ്ങളൊക്കെ വിളിച്ചിരുന്നത് സൈനുൽ ആബിദീൻ എന്നാണ് ഓമന പേരിൽ. യഥാർത്ഥ പേര് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുമ്പോൾ ഈ പറയുന്ന കുട്ടി ചെറിയ ഒരു രോഗം ബാധിച്ച് അപ്പുറത്തൊരു ടെന്റിൽ വിശ്രമിക്കാണ്. ഈ വിഷയത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയെ ലോകത്ത് ബാക്കി നിർത്തി. അങ്ങനെ അങ്ങോട്ട് മുറിയാത്ത, സംശയം ഇല്ലാത്ത രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു സന്താന പരമ്പര ലോകത്ത് ബാക്കി വന്നിട്ടുണ്ട്. ഇനിയും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയാണത് അല്ലാഹു തആല വെച്ചത്? ഏതെല്ലാം ഭാഗങ്ങളിലേക്കാണ് അല്ലാഹു തആല സയ്യിദന്മാരെ അയച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവരെ കൂട്ടത്തിൽ വന്ന ആളെന്നല്ലേ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 11ാമത്തെ പുത്രനാണ്. സന്താന പരമ്പര അങ്ങനെ എണ്ണി നോക്കിയാൽ വലിയ ശ്രേഷ്ഠതയുള്ള മഹാനല്ലേ. ഹസൻ റളിയല്ലാഹു അൻഹു വഴിക്കും ഹുസൈൻ റളിയല്ലാഹു അൻഹു വഴിക്കും, രണ്ട് വഴിക്കും ബാപ്പയുടെയും ഉമ്മയുടെയും തറവാട് എത്തിച്ചേരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു മഹാനാണ് ഷെയ്ഖ് ജീലാനി. തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നവരാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെ മാസമാണ് ഈ ജമാദുൽ ഊല മാസം. അവർ വഫാത്തായ മാസം. കഴിഞ്ഞ മാസം റബീഉൽ ആഖിറിലാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം അവരെ ലോകം അനുസ്മരിച്ചിരുന്നത്. ഇതൊക്കെ ആ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ വലിയ വലിയ മഹാന്മാർ ലോകത്ത് വന്നു. വലിയ ഒരു സയ്യിദാണ് മൂസൽ കാദിം റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അലി ഇബ്നുൽ ഹുസൈൻ തങ്ങളെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു മോനാണ് ജാഫറുസ് സാദിഖ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ വലിയ വലിയ സാദാത്തുക്കളാണ്. തീർന്നിട്ടില്ല, ഇനിയും വരാനുണ്ട്. ലോകത്ത് വലിയ സമാധാന സന്ദേശം മുഴക്കുന്ന, ഇന്ന് നാം ഏറ്റവും സങ്കടത്തോടെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിൽ, ഫലസ്തീനിലും പരിസരത്തും വലിയ സമാധാനത്തിന് നേതൃത്വം നൽകുന്ന വലിയ ഒരു സയ്യിദ് ലോകത്ത് വരാനുണ്ട്. അവരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനാണ്. തങ്ങൾ നേരത്തെ ഇമാം മഹദിയെ പറ്റി പറഞ്ഞിടത്ത്, പഠിപ്പിച്ചിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി കസ്മി അബീ. ആ വരുന്ന ഇമാം മഹദിയുടെ പേര്, നാമം എൻ്റെ പേര് പോലെ തന്നെയാണ്. അവരുടെ ഉപ്പാന്റെ പേര് എൻ്റെ ഉപ്പാന്റെ പേര് പോലെ തന്നെയാണ്. ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ഇമാം മഹദി എന്ന്. ഒറിജിനൽ പേര് മുഹമ്മദ് എന്നാണ്. ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി എന്നാണ്. ലോകത്തവര് വരും. അന്ന് മുസ്ലിങ്ങൾക്ക് വലിയ സമാധാനവും സന്തോഷവും, ഫലസ്തീനിലും പരിസരത്തും ജീവിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന, ക്ഷേമൈശ്വര്യങ്ങൾ സുഗമമായ രീതിയിൽ കിട്ടുന്ന ഒരു സന്ദർഭമാണത്.
അത്ര സുഖകരമായൊരു കാലം പിന്നീട് ലോകത്ത് ഉണ്ടാവുകയില്ല. അവര് ബൈത്തുൽ മഖ്ദിസിൽ മസ്ജിദുൽ അഖ്സയിൽ ഇമാമായി നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, ഭൂമി ലോകത്തേക്ക് വരുന്നത് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് സുബ്ഹിന്റെ വാങ്ക് വിളിച്ച് തീരാറാകുന്ന നേരത്താണ്. ദമസ്കസിലെ ഒരു വെളുത്ത മിനാരത്തിലൂടെ മലക്കിന്റെ ചിറകിന്റെ സംരക്ഷണത്തിലായി തായോട്ട് ഭൂമിയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ബൈത്തുൽ മഖ്ദിസിൽ ഇമാമായി നിൽക്കുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവും ജനങ്ങളും കൂടി ഈസാ നബി അലൈഹിസ്സലാമിനെ വരവേൽക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പുറപ്പെടും. ആദ്യമായി ഈസാ നബി അലൈഹിസ്സലാം ഒന്ന് കയറുന്നത് മസ്ജിദുൽ അഖ്സയിലാണ്. മസ്ജിദുൽ അഖ്സയിൽ ആദ്യമായി പങ്കെടുക്കുന്ന നിസ്കാരം സുബ്ഹിയാണ്. സുബ്ഹിക്ക് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നിങ്ങൾ ഇമാമായി നിസ്കരിക്കൂ എന്ന് പറയും. ഈസാ നബി അലൈഹിസ്സലാം പറയും വാങ്ക് വിളിക്കുമ്പോൾ ഞാൻ മുകൾ ഭാഗത്താണ്, വാങ്ക് തീരാറായ നേരത്താണ് ഞാൻ ഭൂമിയിലേക്ക് എത്തിയത്. വാങ്ക് വിളിക്കുമ്പോൾ അത് പൂർണ്ണമായും ശ്രവിച്ചവരാണ് നിങ്ങൾ, അതുകൊണ്ട് ഇമാമായി നിങ്ങൾ തന്നെ നിൽക്കൂ. അഹ്ലു ബൈത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇമാമായി മുന്നോട്ട് നിൽക്കും. ഈസാ നബി അലൈഹിസ്സലാം അവരെ പിറകിൽ നിന്ന് മഅ്മൂമായി നിസ്കരിക്കും. ആദ്യത്തെ നിസ്കാരം ഭൂമിയിലെത്തിയിട്ട് സുബ്ഹിയാണ്. പിന്നീട് മഹാനവറുകൾ എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കും. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ശേഷിക്കുന്ന വർഷം എത്ര വർഷം ഭൂമിയിലുണ്ടാവും? അത് ശരി, ഞാനിങ്ങനെ ചോദിക്കും, നിങ്ങൾ കുറെ കാലം ഇങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ട്. എത്ര വർഷം ജീവിക്കും ഭൂമിയിൽ? ആരോന്ന് പറഞ്ഞല്ലോ എത്ര? നല്ല കുട്ടിയാണ്, എല്ലാവരും നല്ല കുട്ടികളാണ്. അള്ളാഹു ഇൽമിൽ ബർക്കത്ത് കൊടുക്കട്ടെ. 7 വർഷം 7 വർഷം ഭൂമിയിൽ ജീവിക്കും ഈസാ നബി അലൈഹിസ്സലാം. 33 വയസ്സേ ആയിട്ടുള്ളൂ ഈസാ നബി അലൈഹിസ്സലാമിന് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ. ഇപ്പോഴും വയസ്സ് അത്ര തന്നെ ഉള്ളൂ. വയസ്സ് ആർക്കെങ്കിലും കൂടണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മേലോട്ട് കയറ്റാൻ പറഞ്ഞാൽ മതി അള്ളാഹുവിനോട്. അല്ലാതെ വയസ്സ് ഇപ്പോഴും 33 തന്നെയല്ലേ. ഇനിയൊരു 7 വർഷം ബാക്കിയുണ്ട്, അത് ഇവിടെ നിന്ന് വന്ന് പൂർത്തീകരിക്കും. ആ ഇടയിൽ കല്യാണം കഴിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന് സന്താനങ്ങൾ ജനിക്കും. ആ 7 വർഷം സുഗമമായ സുന്ദരമായ ഇസ്ലാമികമായ ചൈതന്യമുള്ള ഭരണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തുൽ ഇസ്ലാം അത് നിലനിർത്തുന്നതിനും എല്ലാവർക്കും അത് പഠിപ്പിക്കുന്നതിനും ഈസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് വരെ അംഗീകരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നുകൂടി അവർക്ക് പരിചയപ്പെടുത്താനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ നിങ്ങളത് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ക്രൈസ്തവരോടും യഹൂദികളോടും നേർക്കുനേരെ ചോദിച്ച് അവര് പറയും ഇല്ല, ഞങ്ങളോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ കുഴിച്ചു മൂടിയ സ്ഥലത്ത് നിന്ന് ഇഞ്ചീലിന്റെ പഴയ യഥാർത്ഥ കോപ്പികൾ ഈസാ നബി അലൈഹി ഇസ്ലാം അവരെ കൊണ്ട് പുറത്തെടുപ്പിച്ച് അതിലുള്ള അധ്യായങ്ങൾ വായിച്ച് കേൾപ്പിച്ച് അർത്ഥം വെച്ചു കൊടുത്ത് വിശുദ്ധ ദീനിലേക്ക് അവരെ ക്ഷണിക്കും. ആ അധ്യായം നീണ്ടതാണ്, ഞാൻ ആ വകുപ്പിലേക്ക് പോകുന്നില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത് അവിടുത്തെ ഇഞ്ചീലും മറ്റും ഇവിടെ നടപ്പിലാക്കാനല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബൂവത്ത് ഒന്നുകൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി അംഗീകരിക്കണമെന്ന് പറയാനും അവിടുത്തെ ദീന് ഒന്നുകൂടി ശക്തിപ്പെടുത്താനുമാണ്. യൻസിലു ഫീക്കും ഈസ ഇബ്നു മറിയം ഹക്കമൻ മുഖ്സിതൻ അദ്ല. നിങ്ങളിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. എങ്ങനെ ഇറങ്ങി വരും? നബിയായിട്ട് ഒരു പുതിയ ശരീഅത്തും മറ്റും പഠിപ്പിക്കാനല്ല, ഉള്ള ദീന് നിലനിർത്താനും നീതി പഠിപ്പിക്കാനും അതിന്റെ അധ്യായങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും. വിശുദ്ധ ദീൻ എല്ലാ ഭാഗത്തേക്കും ഈസാ നബി അലൈഹിസ്സലാം ചുറ്റിക്കറങ്ങും. ഈസാ നബി അലൈഹിസ്സലാം ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യ ദിനം തന്നെ പുറത്തിറങ്ങി പോകുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് ദജ്ജാലിനെ കാണും. ദജ്ജാലിനെ ഫസ്റ്റ് കാഴ്ച കാണുമ്പോ ദജ്ജാലൊന്നിങ്ങനെ വിറക്കും. ഈസാ നബി അലൈഹിസ്സലാം പറയൂ, നിന്നെ വധിക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ നിന്നെ ഞാൻ വധിക്കും.
എൻ്റെ കൈ കൊണ്ട് തന്നെ ദജ്ജാൽ ഈസാ നബിനെ അലൈഹി ഇസ്ലാമിനെ കാണുമ്പോൾ ഒന്ന് വേർത്ത് ഒന്ന് ഉരുകുന്ന പേടിന്റെ ഊക്കുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെയല്ലേ ദജ്ജാലിനെ വധിക്കുന്നത്. പക്ഷെ അപ്പോൾ അതിന്റെ ടൈം ആയിട്ടില്ല. അപ്പൊ ബാക്കിയുള്ള കുറെ സമരമുഖങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതുണ്ട്. പ്രധാനമായും ഈസാ നബി അലൈഹി ഇസ്ലാം നേതൃത്വം നൽകിയിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം എതിർക്കുന്നതും പോരാട്ടം നടത്തുന്നതും ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലിയ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യഹൂദികളോടാണ്, ജൂതരോടാണ്. ജൂതർക്ക് ഒളിഞ്ഞിരിക്കാനുള്ള കുറെ മരങ്ങളൊക്കെ ഭൂമിയിൽ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങളൊക്കെ ഏകദേശക്കായി അവിടെ ഫലസ്തീനിൽ പോയിട്ടുണ്ടോ? എന്തിനാണ് ഈ കാശൊക്കെ വെറുതെ കയ്യിൽ വെച്ചിരിക്കുന്നത്? പോയി നോക്കിയൂടെ? ഇതിനെക്കുറിച്ച് കുറച്ച് രംഗം ശാന്താകുമ്പോൾ പോയി നോക്കൂ. നമ്മൾ മുമ്പ് യാത്ര ചെയ്തിരുന്നു ഫലസ്തീനിലേക്ക്. അന്ന് നമ്മൾ സിയാറത്തിലുണ്ടായിരുന്ന 2 മഹാന്മാരും ഇന്ന് ഭൂമിയിൽ ഹയാത്തിലില്ല. ഒന്ന് ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ്, അള്ളാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. മറ്റൊന്ന് എൻ്റെ അഭിവന്യരായ ഗുരുവര്യർ ഷെയ്ഖുനാ ചിറേപ്പി ഉസ്താദ്, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഫലസ്തീൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ഹദീസ് ഓർമ്മിപ്പിച്ചു. മരുഭൂമിയിൽ ജൂതന്മാർക്ക് ഒളിഞ്ഞിരിക്കാൻ വേണ്ടി നട്ടുപിടിപ്പിക്കുന്ന മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആ മരങ്ങളൊക്കെ അവിടെ മരുഭൂമിയിലുണ്ട്, ഏകദേശം ഭാഗങ്ങളിലൊക്കെ. ആ മരത്തിൻ്റെ പിന്നിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ പേടിച്ചുകൊണ്ട് യഹൂദികൾ അഭയം തേടും. ആ മരം വിളിച്ചു പറയും, ഇതാ എൻ്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്, പിടിച്ചോളൂ എന്ന്. എൻ്റെ പിന്നിലിരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പിടിച്ചോളൂ എന്ന് വിളിച്ചു പറയും. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്ന് ഇറങ്ങി വരുന്ന സമയത്ത്, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്, ഇറങ്ങി വരുന്ന സമയത്തും ആരുണ്ട്? അഹ്ലു ബൈത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്ത് അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നിങ്ങൾ നോക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു മഹത്വം. ഇങ്ങനെ ഒരു സന്താന പരമ്പരയെ ആർക്കാണ് അള്ളാഹു നിലനിർത്തിയിരിക്കുന്നത്? സഹോദരങ്ങളെ, ഒരു സംശയത്തിന് വകുപ്പ് കൊടുക്കാത്ത വിധം നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, അവർ ഉപ്പാപ്പമാരെങ്ങനെ എണ്ണിപ്പറയും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ. നമ്മൾ അഡ്രസ് ഒന്ന് എണ്ണി നോക്കി, 3ഓ 4ഓ കഴിഞ്ഞാൽ ഖലാസ്, പിന്നെ മേലോട്ട് പോകൂല. പിന്നുള്ളത് അവരോട് ചോദിക്കണം എന്ന് പറയും. ആരോട്? മൺമറഞ്ഞു പോയ ആൾക്കാരോട്. അങ്ങോട്ടാകൂല അല്ലേ? അതുകൊണ്ടാണ് നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ആൾക്കാരോട് ഉമർ ഖാലി തങ്ങൾ ചോദിച്ചത്, അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വസുലുകുമു മിൻ ഖബ്ലു തീയം വനായരു വആശാരി മൂശാരി വമണ്ണാനു പറയരു വകൊയപ്പാനു ചട്യാടും വനാനാടു പാണരു. നമ്മൾ അസൽ അങ്ങനെ പോവാ പലത്. തറവാട് ബന്ധം കൊണ്ട് നീ എന്തിന് പ്രൗഢി നടിക്കണം? നിന്റെ തറവാടൊന്ന് പരിശോധിച്ചു നോക്കിയാൽ 2ഓ 3ഓ കഴിഞ്ഞാൽ പിന്നെ തീയനും നായരും പറയരും മൂശാരി ആശാരിക്കാണ് അല്ലേ? ഒന്ന് കൂട്ടി നോക്കി. വാപ്പാനെ ചോദിച്ചാൽ വാപ്പാനെ പറയും, വെല്ലിപ്പാനെയും പറയും, ഒരു പക്ഷെ അതിന്റെ വെല്ലിപ്പാനെയും പറയും, ചിലരൊക്കെ 4ാമത് പറയും, 5ാമത്തെ പറയില്ല. കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് മേലോട്ടൊക്കെ ക്ലോസ്. പക്ഷേ അഹ്ലു ബൈത്ത് അങ്ങനെയല്ല. നിന്ന നൃത്തത്തിൽ അവർ എണ്ണിപ്പറയും. അവസാനം അതിന്റെ അസ്ല്, അൽ അസ്ലുൽ കാമിൽ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നീളുന്ന പരമ്പര അവർ എണ്ണിപ്പറയും, യാതൊരു മാറ്റവും ഇല്ലാതെ. നിങ്ങൾ നോക്ക്, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കേരളത്തിലേക്ക് എത്തിയ സയ്യിദ്, ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീനുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എത്രമാത്രം വലിയ മഹത്തുള്ള മഹാൻ. നിങ്ങൾ കണ്ണൂർ സിറ്റി ഒന്ന് പരിശോധിച്ചു നോക്കൂ, സാദാത്തുക്കൾ മറവിട്ട് കിടക്കുന്ന എത്ര കനപ്പെട്ടവരെന്നറിയോ. അവരൊക്കെ പിന്നാലെ നമ്മളിങ്ങനെ നടന്നാൽ, ഒരൊറ്റ ദിവസം നടന്നാൽ മതി നമ്മളൊക്കെ നന്നാകാൻ. വേറൊന്നും വേണ്ട, അവരെ കൂടെ ഒന്നും ഇങ്ങനെ നടന്നാൽ മതി. അത്രയും നല്ല ഗഡ്സുള്ള മഹാന്മാര്, എല്ലാ നിലക്കും മഹത്വങ്ങൾ നിറഞ്ഞവര്. ആ പേരക്കുട്ടികളിൽ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് പുറം ലോകത്തേക്ക് ജ്വലിക്കുന്നത് എന്താണ് അവരിൽ നിന്ന് ജനം പഠിക്കുന്നത്? ഒരു സ്വഭാവം. ആരുടെ സ്വഭാവം? റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തങ്ങൾക്ക് വല്ലാത്ത റഹ്മത്തല്ലേ. ഞാൻ അവിടുത്തെ പേരക്കുട്ടിയെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അവര് വഫാത്തായ സമയത്ത് സഹോദരങ്ങളെ, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ വീടിന്റെ മുൻഭാഗത്ത് വന്ന് 10,000-കണക്കിന് ആളുകൾ കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. അവരൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ഇനി ആരുണ്ട്? ജനങ്ങളാരും അറിയാത്ത ഒരു രഹസ്യമാണ് ഈ മുന്നിൽ നിൽക്കുന്ന ആളുകൾ വിളിച്ചു പറയുന്നത്. പാതിരാത്രിയുടെ മറവിൽ ഞങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരുന്ന മഹാനാണ് വഫാത്തായി പോയത്. പാവപ്പെട്ടവരുടെ വീടുകൾ അന്വേഷിച്ച്, പാവപ്പെട്ട കുടുംബങ്ങളുടെ മേൽവിലാസങ്ങൾ അന്വേഷിച്ച് സുബഹിയാകുന്ന നേരം വരെ അവരുടെ വീട്ടിലേക്ക് തോളിൽ ചാക്കുമേറ്റി കൊട്ടയേറ്റി കൊണ്ടുപോയി ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുകൊടുത്തിരുന്ന മഹാനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നടത്തിയത്? പേരക്കുട്ടികളൊക്കെ നിർവഹിക്കുന്നത് അതേ രൂപത്തിലാണ്. ഞാൻ അതിന്റെ ചരിത്രം ഒരു മഹാന്റെ തന്നെ പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്നവർ 2 തോളിന്റെ ചുമലിന്റെ ഭാഗത്തും 2 കറുത്ത അടയാളം കണ്ടു. 2 കറുത്ത പാട് കാണുന്നു, കറുത്ത അടയാളം 2 ചുമലിന്റെ ഭാഗത്തും. അവര് ആശങ്കപ്പെട്ടു പോയി, പടച്ചോനെ ഇതെന്താണ് 2 ഭാഗത്തും, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്തൊരു സൗന്ദര്യം, കാണാൻ തന്നെ എന്ത് ചൊങ്കും ചുറുക്കുമുള്ള മഹാനാണ്, എന്താണ് ഈ 2 കറുപ്പ്? അപ്പോഴാണ് ഒരാൾ പറയുന്നത്, ഓരോ ഭാഗത്ത് ഓരോ സമയത്ത് മാറ്റി മാറ്റി കൊട്ടയേറ്റിയതിന്റെ അടയാളമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ മഹാനവറുകൾക്ക് സുബ്ഹിന്റെ മുമ്പുള്ള തഹജ്ജുദ് വരെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി ഇടതടവില്ലാതെ സജീവമായി കൊട്ടയേറ്റി കൊണ്ടുപോകുന്നു. 10,000-കണക്കിന് ആളുകളല്ലേ മനം പൊട്ടി കരയുന്നത്. അന്നത്തെ ദിവസമാണ് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് എന്തിനാ ജനങ്ങൾ കരയുന്നത്, എന്തിനാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ അവരൊക്കെ കാരുണ്യം അനുഭവിച്ചത്, ജീവിതത്തിൽ അവരൊക്കെ ഏറ്റവും വലിയ സന്തോഷത്തോടെ ഒരു ദിവസം കഴിച്ചുകൂട്ടിയത് ഈ വഫാത്തായി കിടക്കുന്ന ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിൽ നിന്നാണ്. ആരാണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രരായ അവിടുത്തെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. എന്താണ് അവരുടെ ധൈര്യം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ധൈര്യം പോലുള്ള ധൈര്യമല്ലേ, തഖ്വയല്ലേ അവരിൽ നിന്ന് കണ്ടത്? മദീനക്കാരൊക്കെ പേടിച്ചു രാത്രിയെ പറ്റി ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ പറയുന്നുണ്ട്. ഒരു ശബ്ദം കേട്ടിട്ട് മദീനക്കാരൊക്കെ വീട്ടിൽ നിന്ന് ഉണർന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകാൻ എല്ലാവർക്കും ഒരു പേടി. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുതിരയെ കൊണ്ടുവരാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കുതിരയെ കൊണ്ടുവന്നു. ആ കുതിരപ്പുറത്ത് തങ്ങൾ കയറി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തങ്ങൾ ഒറ്റക്ക് പോയി, ഒരാളെയും കൂട്ടിയിട്ടില്ല. ജനങ്ങളിൽ ഏറ്റവും വലിയ ധൈര്യമുള്ള ആളല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിരപ്പുറത്തേക്ക് പാതിരാത്രിയിൽ തങ്ങൾ പോയി. തിരിച്ചു വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, എല്ലാവരും വീട്ടിൽ വിശ്രമിച്ചോളൂ. സുബഹിയായിട്ടില്ല, നട്ടപ്പാതിര നേരത്താണ് ശബ്ദം കേട്ട് ജനങ്ങൾ എഴുന്നേറ്റത്. ആരും ഒന്നും പേടിക്കണ്ട, എല്ലാവരും വീട്ടിൽ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുക, ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകൾക്ക് മനസമാധാനം നൽകിയിട്ട് ജീവിതത്തിന്റെ നല്ല വഴികൾ തുറന്നു കൊടുക്കുക. സാദാത്തുക്കൾ ഇന്നും ലോകത്ത് നിർവഹിക്കുന്നത് അത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളല്ലേ സഹോദരങ്ങളെ? ആരാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്? ലോകത്തെ ഏറ്റവും വലിയ നേതൃത്വം നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ ഓരോ മക്കളെയും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുമ്പോൾ എത്രമാത്രം വലിയ സന്തോഷമാണ്. തായോട്ടിങ്ങനെ എണ്ണിയാൽ തീർക്കാൻ കഴിയൂലത്. എത്രയാണതുള്ളത്, ഏതെല്ലാം ഭാഗങ്ങളിലാണുള്ളത്, എന്തെല്ലാം വലിയ സന്തോഷങ്ങളാണ് അവരെ കൊണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വഫാത്തിന്റെ ശേഷവും എത്രമാത്രം വലിയ ബഹുമതികളാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആണുങ്ങളിൽ മാത്രമല്ല, പെണ്ണുങ്ങളിലും അങ്ങനെ തന്നെയല്ലേ. സയ്യിദാത്തുകളിൽപ്പെട്ട മഹദിമാരിൽപ്പെട്ട ഒരു മഹദിയല്ലേ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
സന്താന പരമ്പരയിൽപ്പെട്ടൊരു മഹദിയാണ്. എത്രമാത്രം വലിയ ബഹുമതിയാണ് അവർക്ക്. നിങ്ങൾ നോക്ക്, പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മിസ്രിൽ താമസിക്കുന്ന കാലത്താണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ മിസ്രിൽ വന്ന് താമസമാക്കിയത്. മദീനയിൽ നിന്ന് നേരെ മിസ്രിലേക്ക് വന്നു. കുറെ കാലം മഹദി മദീനത്താണ് താമസിച്ചത്. മിസ്രിൽ വന്ന് താമസമാക്കിയപ്പോ മഹദിയുടെ ബഹുമാനങ്ങളും മഹത്വങ്ങളൊക്കെ അറിഞ്ഞ്, ചില്ലറ ബഹുമാനമൊന്നല്ല, വലിയ വലിയ ബഹുമാനല്ലേ, അവരുടെ ആ ബഹുമാനങ്ങളെ കൊണ്ട് ഓരോ ദിവസവും വിശുദ്ധ ഇസ്ലാമിന് പുരോഗതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നഫീസ ബീവി റളിയല്ലാഹുവിനോട് തൊട്ടടുത്ത് താമസിച്ചിരുന്നത് ഒരു മജൂസിയായ കുടുംബാണ്. തീയിനെ ആരാധിച്ചിരുന്ന ഒരു കുടുംബം. അവരാണ് അയൽവാസിയായി ഉണ്ടായിരുന്നത്. അവിടെ കയ്യിനും കാലിനൊന്നും സ്വാധീനമില്ലാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നടക്കാനും കഴിയൂല, ഒന്നിനും കഴിയൂല. അപ്പൊ ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും പുറത്തെവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ നഫീസ ബീവിയുടെ വീട്ടിലെ കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് അവർ പോകും. അയൽവാസി എന്നുള്ളവർക്ക് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ നോക്കും. അങ്ങനെ തിരിച്ചു വരുമ്പോ ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോകും, നടക്കാൻ കഴിയൂലല്ലോ. ഒരു ദിവസം തിരിച്ചു വന്ന് ആ ഉമ്മയും ഉപ്പയും പുറത്തുപോയി തിരിച്ചു വന്നപ്പോ വാതിലിന് മുട്ടിയപ്പോ ഒരു പെൺകുട്ടി വാതിൽ തുറന്നു. നടന്നു വന്നുകൊണ്ട് വാതിൽ തുറന്നപ്പോ ഈ കുട്ടിയോട് ആ ഉമ്മ ചോദിച്ചു, നീ ഏതാണ്, നിന്നെ ഇവിടെ കണ്ട് പരിചയമല്ലല്ലോ. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളെ മോളാണ്. എൻ്റെ മോള് ഈ വീട്ടിലുള്ള മോൾക്ക് നടക്കാനോ ഇരിക്കാനോ സ്വന്തമായിട്ടൊരു വാതിൽ തുറക്കാനോ ഒരു സാധനം എടുക്കാനോ പോലും ഒന്നും കഴിയില്ല. കയ്യിനും സ്വാധീനമല്ല, കാലിനും സ്വാധീനമല്ല. രണ്ട് സ്വാധീനങ്ങളും നശിച്ച് തളർന്ന ഒരു കുട്ടിയാണല്ലോ. ഏറ്റിക്കൊണ്ടുപോകണം, ചുമന്നു കൊണ്ടുപോകണം. നീ ആരാണ്? കുട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളെ മോളാണ്. നിങ്ങൾ സംശയിക്കണ്ട. ഈ വീട്ടിലെ ഉമ്മ അംഗസ്നാനം ചെയ്ത് ഉളു എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉളു എടുത്ത് വരുമ്പോൾ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന്, കയ്യിൽ നിന്നും മുഖത്തിൽ നിന്നും ഉറ്റിയ വെള്ളത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അതിന്റെ പുണ്യം കൊണ്ട് എൻ്റെ ശരീരത്തിന്റെ തളർച്ചയൊക്കെ മാറി. എൻ്റെ കയ്യിലേക്കും എൻ്റെ കാലിലേക്കും ആ ഉളൂഇന്റെ വെള്ളത്തിന്റെ തുള്ളികൾ വീണപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വെള്ളം കുടിച്ചു എൻ്റെ കൈ കൊണ്ട്. ഇത്രയും ദിവസം നിങ്ങളാണ് എനിക്ക് സഹായങ്ങളൊക്കെ ചെയ്തിരുന്നത്. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉളൂഇന്റെ വെള്ളത്തിന്റെ തുള്ളികൾ തായോട്ട് ഉറ്റി വീണിട്ട് തീരെ നടക്കാനും മറ്റൊന്നും കഴിയാത്ത തളർന്നു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിന് അല്ലാഹു തആല ഒരു പുതുജീവൻ നൽകിയത് കണ്ടപ്പോൾ മജൂസിയായ കുടുംബം മൊത്തം വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു. അവരെല്ലാവരും ഒരേ ദിവസം ഏറ്റു ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ, അവരെ കൊണ്ട് പുരോഗതി ലഭിക്കുന്നത് വിശുദ്ധ ദീനിനാണ്. സഹോദരങ്ങളെ, അവരൊന്ന് ദുആ ചെയ്യുമ്പോഴേക്ക് എത്ര വലിയ ഉത്തരമാണ് അല്ലാഹു നൽകുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ത് അസുഖം വന്നാലും ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. ഉമ്മയോടൊന്ന് ദ്വാരക്കാൻ പറയൂ, മക്കളെ പോയിട്ട് എനിക്ക് സുഖമില്ല. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റ ദുആ ദ്വാരക്കുമ്പോഴേക്ക് ഷാഫി ഇമാം തങ്ങൾക്ക് ശമനം ലഭിക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷവും സമാധാനവും കിട്ടുന്നു. അവസാനം വഫാത്തിനോടനുബന്ധിച്ച് ഷാഫി ഇമാം തങ്ങൾക്ക് ചെറിയ അസ്വസ്ഥതൊക്കെ വന്നിട്ട് ഷാഫി ഇമാം തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ പതിവായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞേക്കും പോലെ പറഞ്ഞേച്ചപ്പോ ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ അന്ന് പറയുന്നത്, മക്കളോട്, കുട്ടികളോട്, ശിഷ്യന്മാരോട് ഞാൻ ദുആ ചെയ്യുന്നില്ല. ഉസ്താദിനോട് അള്ളാഹുവിന്റെ ലിഖാഹ് പ്രതീക്ഷിക്കാൻ പറയൂ. യാത്ര പോകാൻ സമയമായിട്ടുണ്ട്. അന്ന് നല്ല ആഖിബത്തിന് വേണ്ടിയാണ് ദുആ ചെയ്തത്. അന്ന് രാത്രിയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഓ സഹോദരങ്ങളെ, ഇത് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ മാത്രം ചരിത്രമല്ല. അവിടുത്തെ ചരിത്രത്തിന്റെ പൂർണ്ണഭാഗം നമ്മൾ പറഞ്ഞിട്ടുമില്ല. നഫീസ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദിമാര്, സയ്യിദുകളും സാദാത്തുക്കളും സയ്യിദാത്തുകളും, അവർ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയാണ്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയെ, തങ്ങൾക്ക് മക്കളില്ല, സന്താനങ്ങളില്ലെന്ന് പറഞ്ഞവൻ പറഞ്ഞല്ലോ തങ്ങളെപ്പറ്റി. അത് ശരിയല്ല നബിയെ.
ഏറ്റവും അധികം സന്താന പരമ്പര ലോകത്ത് നാം തങ്ങൾക്കാണ് തരുന്നത്. തങ്ങളെപ്പോലെ സന്താന പരമ്പര മറ്റാർക്കും നമ്മൾ നൽകുന്നില്ല. ഏറ്റവും അവസാന സമയം വരെ അഹ്ലു ബൈത്തിൽപ്പെട്ട കണ്ണികൾ ലോകത്ത് നിലനിൽക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ദീനിന് നേതൃത്വം നൽകുന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഏറ്റവും വലിയ ബഹുമാനം തങ്ങൾക്ക് നാം നൽകുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ ഒരു തഫ്സീർ കൂടി പറയുന്നുണ്ട്. ഞാൻ ചെറിയ രൂപത്തിൽ അതൊന്നുകൂടി പറയട്ടെ. ഇന്നലെ പറഞ്ഞല്ലോ 26 വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് മൊത്തത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ബഹുമാനങ്ങളിൽ വലിയ ബഹുമാനമായിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ ഓരോന്നും എണ്ണി പറഞ്ഞപ്പോ നുബുവത്താണ് കൗസർ കൊണ്ട് മറ്റൊരു ലക്ഷ്യമാക്കുന്നത്. അൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും വലിയ മഹത്വം, ലോകത്ത് ഏറ്റവും വലിയ നബി, ഏറ്റവും വലിയ റസൂല്, ഏറ്റവും വലിയ മഹത്വമുള്ള ആള് അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതങ്ങനെ പറഞ്ഞിടത്ത് മഹാനവറുകൾ വിശദീകരിച്ചു. കാരണം എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് എല്ലാവരുടെയും നുബുവത്ത് പോലെയല്ല. എന്തേ കാരണം? എല്ലാ നബിമാരും അവർ വന്ന ശേഷമാണ് ലോകത്ത് അവരെ സംബന്ധിച്ചുള്ള പല വിവരങ്ങളും ലോകം അറിയുന്നത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടുത്തെ കുറിച്ചുള്ള സംസാരവും വിശദീകരണങ്ങളും അവിടുത്തെ വിശ്വസിക്കുന്ന ആളുകളും ലോകത്ത് വന്നിട്ടുണ്ട്. 1, 2, 3, 4 പലരും ഉണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് മബ്ഊസുൻ ഇലസ്സഖലൈൻ, മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും അയക്കപ്പെട്ട നബിയാണ്. എല്ലാവരിലേക്കും അയക്കപ്പെട്ട നേതാവ്, 2 കൂട്ടരിലേക്കും അയക്കപ്പെട്ട നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നേരത്തെ കുറെ നബിമാര് വന്നിട്ടുണ്ടെങ്കിലും പരലോകത്തേക്ക് അല്ലാഹു തആല ആദ്യമായി വിളിയാളം നടത്തുമ്പോ എല്ലാവരുടെയും മുമ്പ് ആദ്യമായി കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന അവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ, ഖബർ പിളർന്നുകൊണ്ട് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് ഞാനാണ്. എല്ലാ നബിമാരുടെയും മുമ്പായിക്കൊണ്ട് സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതേ ലോകത്ത് വന്ന മറ്റു നബിമാരുടെ ശരീഅത്തുകളൊക്കെ ദുർബലമായി പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത്, അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ നിയമങ്ങൾ, അതിന് ദുർബലമാകുന്ന സ്വഭാവം ഇല്ല. അതിനെ വീണ്ടും അരക്കിട്ടുറപ്പിക്കാനല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ്. ഖിയാമത്ത് നാൾ വരെ അതങ്ങനെ ലോകത്ത് ബാക്കി നിൽക്കുന്നു. അംബിയായിൽ പലർക്കും അല്ലാഹു തആല നിശ്ചിത കലിമത്തുകളാണ് നുബുവത്തിന്റെ പ്രകാശനമായി അല്ലാഹു നൽകിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ചില സന്ദേശങ്ങൾ, അതുപോലെ ആദം നബി അലൈഹിസ്സലാമിന് ചില സന്ദേശങ്ങൾ. അതേ ആ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചു. ബഹുമാനങ്ങൾ നൽകിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, അവർക്ക് നൽകിയ വലിയൊരു ബഹുമാനമാണല്ലോ. കുറെ കാലം വെള്ളത്തിന്റെ മുകളിലായി അവരെ കപ്പൽ അല്ലാഹു തആല അങ്ങനെ തന്നെ പിടിച്ചു വെച്ചു. അത് 1, 2 ദിവസമല്ല, 6 മാസം ഓടിയ കപ്പലാണ്. 6 മാസം ഓടിയിട്ടില്ലേ ആ കപ്പല്? റജബ് മാസത്തിൽ തുടങ്ങിയിട്ട് മുഹറം മാസത്തിലല്ലേ ആ കപ്പല് നങ്കൂരമിടുന്നത്. 6 മാസക്കാലം ഭൂമിയിൽ മൊത്തം ആ കപ്പല് വെള്ളത്തിന്റെ ഉപരിഭാഗത്ത് അല്ലാഹു തആല തടഞ്ഞു നിർത്തിയില്ലേ? കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ കപ്പലങ്ങനെ സഞ്ചരിച്ചു. എങ്കിൽ അത് കപ്പല് സാധാരണ വെള്ളത്തിന്റെ മുകളിലൂടെ ഓടുന്നൊരു കപ്പലാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമാനം അതിലും എത്രയോ വലുതാണ്. ഒരിക്കൽ സമുദ്ര തീരത്ത് നിൽക്കുമ്പോ
അബൂജഹലിന്റെ മകൻ ഇക്രിമ പിന്നീട് മക്ക വിജയത്തിന് ശേഷം വിശുദ്ധ ദീനിലേക്ക് വന്ന് സ്വഹാബിയായിട്ടുണ്ട്. അന്ന് ഇക്രിമ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലഇൻ കുൻത സാദിഖൻ ഫദ്ഉ ദാലികൽ ഹജർ അല്ലദീ ഹുവ ഫിൽ ജാനിബിൽ ആഖർ ഫല്യസ്ബഹ് വലാ യഗ്റഖ്. അതെ, നിങ്ങൾ സത്യസന്ധനായിട്ട് വന്ന് ഞങ്ങളെ ക്ഷണിക്കുന്ന ആളാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ വിളിക്കുന്നതിൽ നിങ്ങൾ സത്യവാനാണെങ്കിൽ, ആ കാണുന്ന കല്ലില്ലേ, ആ കല്ല് വെള്ളത്തിന്റെ മുകളിലൂടെ നീന്തി വരണം. ഒരിക്കലും ആ കല്ല് മുങ്ങിപ്പോകാൻ പാടില്ല. എന്നിട്ട് ആ കല്ല് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചോ? തങ്ങൾ കൈകൊണ്ടൊന്ന് ആ കല്ലിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. കൈകൊണ്ടതാ തങ്ങൾ ഇങ്ങനെ ഒന്ന് വരാൻ വേണ്ടിയിട്ടൊരു സൂചന കൊടുത്തു. നമ്മൾ സാധാരണ ഒരാളിങ്ങനെ വിളിക്കാറില്ലേ? അതുപോലെ കൈകൊണ്ട് തങ്ങൾ ആ കല്ലിലേക്കൊന്ന് സൂചിപ്പിച്ചപ്പോ, ചൂണ്ടിയപ്പോ കല്ല് നിൽക്കുന്നിടത്തൊന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നു. തായോട്ട് പോകാതെ കല്ലിങ്ങനെ നീന്തി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് തങ്ങൾക്ക് സലാം പറഞ്ഞു. അവിടുത്തെ റിസാലത്ത് കൊണ്ട് സാക്ഷ്യപ്പെടുത്തി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കല്ലത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇക്രിമ യക്ഫീക ഹാദാ, ഇത് മതിയോ നിനക്ക് തെളിവായിട്ട്? കല്ലിങ്ങോട്ട് വരണമെന്നും എന്നോട് സംസാരിക്കണമെന്നും ഞാൻ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നുമല്ലേ നീ പറഞ്ഞത്? നീ പറഞ്ഞതുപോലെ കല്ല് മുങ്ങാതെ നീന്തി വന്നില്ലേ? എന്നിട്ട് സലാം പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലിയില്ലേ? ഇത് മതിയോ? ഇക്രിമ പറഞ്ഞു, കല്ല് അങ്ങോട്ട് തന്നെ പോകട്ടെ. പോകാൻ വേണ്ടി തങ്ങൾ പറയുകയല്ല, നേരത്തെ കാണിച്ചതുപോലെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടി കൈകൊണ്ട് സൂചിപ്പിച്ചപ്പോ അതേ രൂപത്തിൽ തന്നെ കല്ലതാ തിരിച്ചു പോകുന്നു, അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. പക്ഷെ ആ അടയാളം കണ്ടിട്ടൊന്നും വന്ന് ഇക്രിമ വന്നിട്ടില്ല. പിന്നീട് ഇക്രിമ മക്ക വിജയത്തിന്റെ ശേഷമാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ അഫ്വ മനസ്സിലാക്കിയപ്പോ, വിട്ടുവീഴ്ച മനസ്സിലാക്കിയപ്പോ, അവിടുത്തെ ഭാര്യ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പോയത് പറഞ്ഞപ്പോ ഇക്രിമ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു. പക്ഷേ വെള്ളത്തിന്റെ മുകളിലൂടെ കപ്പൽ പോകുന്നത് സാധാരണ കാണാറുണ്ട് അല്ലേ? പക്ഷെ കല്ലിങ്ങനെ പോകുന്നത് കാണാറുണ്ടോ? ഇല്ല. വലിയ ബഹുമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ പരീക്ഷണാർത്ഥം തീയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എത്ര ദിവസം തീയിൽ കടന്നു? തീയിന്റെ ഉള്ളിൽ. ഇനി ഇങ്ങനെ ചോദിച്ചു ഉത്തരം പറയുന്നതൊക്കെ പ്രത്യേക സമ്മാനം കൊടുക്കണമല്ലോ. കൊല്ലം നേരല്ല. എത്ര കൊല്ലം കടന്നു മോനെ? നേരത്തെ ഉത്തരം പറഞ്ഞാളവിടെ. മോന്റെ പേരെന്താ? ഷിഹാബുദ്ദീനാ? ഷിഹാബുദ്ദീൻ. എത്ര ദിവസം കടന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീന്റെ ഉള്ളിൽ? പല അഭിപ്രായം പറയുന്നുണ്ട്. ശരിയായ അഭിപ്രായം ഉണ്ടോ നോട്ടെ. 2 40 40 കുറച്ചുകൂടി കൂട്ടണം. 50 ദിവസം. 50 ദിവസം തീന്റെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ആൾ ചോദിച്ചു, നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും വലിയ സന്തോഷത്തോടെ നിന്ന സമയം ഏതാണെന്ന്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, തീന്റെ ഉള്ളിൽ നിന്ന സമയമാണ്. തീന്റെ ഉള്ളിൽ നിന്നില്ലേ? നമ്രൂദ് തീയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ എന്നെ? ഞാൻ തീന്റെ ഉള്ളിൽ താമസിച്ചൊരു 50 ദിവസമല്ലേ? ഭൂമിയിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള സമയം എപ്പോഴായിരുന്നു? കാരണം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സ്വർഗീയ ഭക്ഷണം കിട്ടി, സ്വർഗീയ വെള്ളം കുടിച്ച് താമസിച്ച ഒരു 50 ദിവസം വലിയ സന്തോഷമുള്ള ദിവസമാണ്. തീന്റെ ഉള്ളിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അങ്ങോട്ട് എറിഞ്ഞപ്പോ ഉടനെ വന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തീന്റെ ഉള്ളിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നെന്ന് വെച്ചു. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അല്ലാഹു തആലയോട് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ, ആ വിഷയം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫലാ ഹാജത ലി, നിങ്ങളിലേക്ക് എനിക്കൊരു ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളി.
അല്ല, അള്ളാഹുവിനോട് ഞാൻ എന്തിനു ചോദിക്കണം? മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. ഞാനിവിടെ തീയിലേക്ക് എന്നെങ്ങനെ വലിച്ചെറിഞ്ഞ അള്ളാഹു തആലക്ക് അറിയില്ലേ? അള്ളാഹുവിന്റെ വിഷയത്തിലല്ലേ എന്നെ തീയിലേക്ക് എറിഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് ഞാൻ ക്ഷണിച്ചതിന്റെ എതിർപ്പിലല്ലേ നുമ്രൂദ് എന്നെ തീയിലേക്ക് എറിഞ്ഞത്? ഞാൻ നാട്ടിൽ വേറെ അക്രമമൊന്നും ചെയ്തിട്ടില്ലല്ലോ, വേറെ അരുതായ്മകൾക്കൊന്നും നേതൃത്വം നൽകിയിട്ടില്ലല്ലോ. തൗഹീദിലേക്ക് ക്ഷണിച്ച കാരണല്ലേ എന്നെ തീയിലേക്ക് എറിഞ്ഞത്. മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. ചോദിക്കണമെന്നില്ല, ചോദിക്കാതെ തന്നെ എന്റെ വിഷയങ്ങളൊക്കെ അല്ലാഹു തആലക്ക് അറിയാലോ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പോകാൻ പറഞ്ഞു. അത് 10-25 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് തീ ശമിച്ചപ്പോ പതുക്കെ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേലെ കെട്ടുകണക്കിന് വിറക് കത്തിച്ച് കുറെ വിറകൊക്കെ മുകളിൽ നിന്ന് കത്തി തീർന്നപ്പോ പതുക്കെ ഒന്ന് മുകളിൽ കയറിയിട്ട് നുമ്രൂദ് ഇങ്ങനെ നോക്കി. എന്നിട്ട് വിളിച്ചു, ഇബ്രാഹിം നബിനെ വിളിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചെറിയ ഒരു രൂപം ഇങ്ങനെ ഈ കത്തിയാളുന്ന തീന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇബ്രാഹിം നബി വിളി കേട്ടപ്പോ ചോദിച്ചു, എങ്ങനുണ്ട്? ഞാൻ നല്ല റാഹത്തിലാണെന്ന് പറഞ്ഞു. നേരത്തെ ഭൂമിയിലുള്ളതിനേക്കാളും നല്ല സുഖത്തിലാണ് ഞാനുള്ളത്, സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നുമ്രൂദ് ചോദിച്ചു, നിങ്ങളെ മുന്നിൽ ഒരു രൂപം കാണുന്നുണ്ടല്ലോ, അത് ആരാണെന്ന് ചോദിച്ചു. മുന്നിൽ ഒരു രൂപം പോലെ ഒരാളെ കാണുന്നുണ്ടല്ലോ, അതൊരു മലക്കാണ്. എന്റെ നേരം പോക്കിന് വേണ്ടി അള്ളാഹു എന്നെ എനിക്ക് പറഞ്ഞേച്ചൊരു മലക്കാണ്. എപ്പോഴെങ്കിലൊക്കെ എനിക്ക് സംസാരിക്കാൻ ഒരാളെ വേണമെന്ന് തോന്നിയാൽ സംസാരിക്കാൻ ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു മലക്കിനെ അള്ളാഹു പറഞ്ഞേച്ചതാണ്. ആ തീന്റെ ഉള്ളിൽ വെച്ച് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്ക് വന്ന സമയത്തും ചൊല്ലുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എറിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് സഹോദരങ്ങളെ, ആ തീന്റെ എന്തെങ്കിലും ഒരു അടയാളമോ ഏതെങ്കിലും ഒരു ഭാഗത്തെ എന്തെങ്കിലും ഒരു കലർപ്പോ ശരീരത്തിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല. ആ തീയിനോട് അല്ലാഹു പറഞ്ഞില്ലേ, കുനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയേ നിന്നെ സൃഷ്ടിച്ചത് സംവിധാനിച്ചത് ഞാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ തണുപ്പാകണം. കൂടുതൽ തണുപ്പായാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പ്രയാസമാകും. കാലിനും മറ്റും പല ഭാഗങ്ങൾക്കും മരവിപ്പ് വരും. അതുകൊണ്ട് തണുപ്പ് മാത്രമല്ല, വസലാമൻ നിൽക്കാൻ പാകത്തിലുള്ള തണുപ്പും നിൽക്കാൻ പാകത്തിനുമുള്ള ചൂടുമാകണം. നല്ല സന്തോഷാവസ്ഥയിലുള്ള തണുപ്പാകണം. വെറും തണുപ്പാകരുത്, വെറും ചൂടുമാകരുത്. പാകത്തിനുള്ള ചൂടും പാകത്തിനുള്ള തണുപ്പുമാകണം. 50 ദിവസം കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോ സഹോദരങ്ങളെ, ശരീരത്തിനൊരു പരിക്കുമേറ്റിട്ടില്ലല്ലോ. എത്ര വലിയ ബഹുമാനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത്. എന്നാൽ അതിനേക്കാൾ വലിയ ബഹുമാനം നിമിഷ നേരങ്ങളെ കൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അടുക്കളയിലൂടെ ഞാൻ പോയപ്പോ ഒരു ചട്ടി, നല്ലവണ്ണം എണ്ണ തിളക്കുന്ന ഒരു ചട്ടി അടുപ്പിന്റെ മുകളിൽ നിന്ന് അങ്ങനെ തന്നെ മറിഞ്ഞു. എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അതുകൊണ്ട് കരിഞ്ഞുപോയി. പല ഭാഗത്തും എൻ്റെ ശരീരത്തിൻ്റെ തോലിൻ്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു. അത്രയും ചൂടുള്ള ചട്ടിയാണ് എൻ്റെ മേലെ വീണത്. ചട്ടി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവില്ലേ? ചട്ടിയാണ് എൻ്റെ മേലെ വീണത്. എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കരിഞ്ഞു പോയപ്പോ എൻ്റെ ഉമ്മ എന്നെയും പൊക്കിയെടുത്ത് വേഗം പോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഹാദബിനു ഹാത്തിബിന്റെ മോനാണിത്. കണ്ടില്ലേ, തങ്ങൾ കാണും പോലെ കത്തിക്കരിഞ്ഞിരിക്കുന്നത്, ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞത് കണ്ടില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്ത് തീ കൊണ്ട് കരിയൽ വന്നിട്ടുണ്ടോ അവിടൊക്കെ കൈവച്ചൊന്നിങ്ങനെ തടവിയിട്ട് തങ്ങൾ പറഞ്ഞു, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ്. ഒരൊറ്റ വാക്ക് പറഞ്ഞു, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ്.
ജനങ്ങളെ പരിപാലിക്കുന്നവനായ റബ്ബേ, ഈ വിഷമാവസ്ഥ നീ നീക്കിക്കൊടുക്കണം, മാറ്റിക്കൊടുക്കണം. ഒന്ന് തടവിയിട്ടൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴേക്ക് എൻ്റെ ശരീരത്തിൻ്റെ പഴയ നിറവും പഴയ തൊലിയും അല്ലാഹു തിരിച്ചു തന്നു. പിന്നെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ബഹുമാനത്തെക്കാളും വലിയ ബഹുമാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന് വലിയ ബഹുമാനം നൽകിയിട്ടല്ലേ ബഹർ അല്ലാഹു തആല പിളർത്തി കൊടുത്തത്. അതേ ഒരൊറ്റ അടികൊണ്ട് അടിച്ചപ്പോ ഫംഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം, വ്യത്യസ്ത ഭാഗങ്ങളിൽ ഖൽസം നദിയിലതാ റൂട്ട് വന്നു. അതേ നല്ല പാത തുറന്നു. ഓരോ വിഭാഗത്തിനും അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ത്വരീഖൻ യബസൻ ലാ തഖാഫു ദറകം വലാ തഖ്ശാ. മറ്റൊരു ഭാഗത്ത് അല്ലാഹു അതിനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്, ഉണങ്ങിയ പാത. കടലിൽ വെള്ളം മാറി നിന്നാലും അടിയിൽ ചളി പൂണ്ടു പോകൂലേ ഇല്ല. നല്ല ഉണങ്ങിയ റൂട്ടാണ് വന്നത്. ജനങ്ങളൊക്കെ അതിലൂടെ അപ്പുറത്തേക്ക് അങ്ങ് കടന്നു. വടി കൊണ്ടടിച്ചപ്പോ അങ്ങനെ പിളർന്നു കൊടുത്തില്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം. ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന രീതിയിലല്ലേ ബഹുമാനം കൊടുത്തത്. അതല്ലേ ആകാശ ലോകത്തുള്ള ചന്ദ്രനെ 2 ഭാഗങ്ങളിലേക്കാക്കി അല്ലാഹു പിളർത്തിക്കൊടുത്തത്. ചില ആളുകൾ വന്ന് ആവശ്യപ്പെട്ടപ്പോ ചന്ദ്രൻ പിളർന്നത് മക്കക്കാരും മദീനക്കാരും മാത്രമല്ല കണ്ടത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അത് ദർശിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ പറയുന്നു, കേരളത്തിൽ നിന്ന് സ്വഹാബിയാകാൻ വേണ്ടി മദീനയിലേക്ക് എത്തിയ ചേരമാൻ പെരുമാള് വന്ന അറബികളോട് ചോദിച്ചൊരു ചോദ്യമാണ്. നേരത്തെ അറേബ്യയിൽ ഇങ്ങനെ ഒരു നബി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു. ചന്ദ്രൻ ഇങ്ങനെ പിളർന്ന വിഷയം ഭൂമിയിൽ നിന്ന് ദർശിച്ചത് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേ, ആ നബി എവിടെയാണുള്ളത്? മദീനയിലാണുള്ളത്. മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന്, കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ചേരമാൻ പെരുമാൾ അറേബ്യയിലേക്ക് പോകുന്നു. വന്ന അറബികളോട് ചോദിച്ചു, നിങ്ങളെ നേതാവിന് എന്താണ് ഇഷ്ടമുള്ള വിഭവം ഈ നാട്ടില്? അവര് പറഞ്ഞു, ഇവിടെയുള്ള ഇഷ്ടമുള്ള വിഭവം ഇഞ്ചിയാണ്. ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഇഞ്ചി അറിയില്ലേ? ഇഞ്ചി നല്ലതാ. ഇഞ്ചി കൊണ്ടുപോയി ഒരു കൊട്ട ഇഞ്ചി കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് ഹദിയ കൊടുത്തു. തങ്ങൾ ഓരോ ഇഞ്ചിയും എടുത്ത് കഷ്ണം കഷ്ണമായി മുറിച്ച് സഹാബിമാർക്ക് അപ്പം തന്നെ കൊടുത്തു. അപ്പൊ ഇഞ്ചി പച്ചയായിട്ടും ഭക്ഷിക്കാന്നാ മനസ്സിലായത്, വേവിക്കണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ പച്ചയായിട്ട് അങ്ങനെ മുറിച്ചു കൊടുക്കും. പച്ചയായിട്ട് നമുക്ക് വേണ്ടല്ലോ, നമുക്ക് മധുരമുള്ളത് എന്തെങ്കിലും മതി. പച്ചയായിട്ടും അത് ഭക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പച്ചക്കറികളെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണത് ഇഞ്ചി എന്ന് പറയുന്നത്. ആരോഗ്യത്തിന് നല്ലതാണ്, നീർകെട്ടില്ലാതാകാനൊക്കെ നല്ലതാണ്. ഇഞ്ചി നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹത്തത് കൊണ്ടുപോയി തങ്ങളെ ഹളറത്തിലെത്തി വിശുദ്ധ ദീന് സ്വീകരിച്ചു, നല്ല പേരും സ്വീകരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി. അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു അനുഭവമാണ് ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സമുദ്രം പിളർത്തി കൊടുത്തത് അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിച്ച ഒന്നാണ്. അവരതിലൂടെ അങ്ങനെ നടന്നു. എന്നാൽ ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അനുഭവമാകാനും അള്ളാഹുവിന്റെ അജായിബ് മനസ്സിലാക്കാനും ദീനിലേക്ക് കടന്നു വരാനുള്ള മാർഗമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് മേൽഭാഗത്തുള്ള ഈ ഒരു പിളർപ്പാണ്. അത് വലിയൊരു ബഹുമാനമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ നോക്ക്, പാറക്കല്ലിൽ നിന്നല്ലേ മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളം ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പാറക്കടിച്ചിട്ട് അതിൽ നിന്നല്ലേ 12 അരുവികൾ പൊട്ടിയൊഴുകിയത്. 12 ഗോത്രക്കാർക്ക് 12 അരുവികൾ നിശ്ചയിച്ചു കൊടുത്തു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർക്ക് വെള്ളം കൊടുത്തതോ വിരലുകൾ നീട്ടിയിട്ട് പാത്രത്തിലേക്ക് വെച്ച് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വിരലിന്റെ ഉള്ളിൽ നിന്ന് നദികളിലൂടെ ഒഴുകുന്നത് പോലെ ധാരാളം ജലം ഒഴുകുന്നു.
ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാനാ ദാലിക്, ഞങ്ങളൊരു 1,00,000 പേരുണ്ടെങ്കിലും ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. അതേ സമയത്ത് ഞങ്ങളന്ന് 1500 ആളുകൾ ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാനും വുളു എടുക്കാനും പാനം ചെയ്യാനും കുളിക്കാനും ആ വെള്ളം ഉപയോഗപ്പെടുത്തി. വിരലിന്റെ ഇടയിലൂടെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊടുത്തത്. പാറക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് മൂസാ നബി അലൈഹിസ്സലാം അടിച്ചിട്ട് 12 അരുവികളായെങ്കിൽ സഹോദരങ്ങളെ, അതിനേക്കാളും വലിയ ബഹുമാനമാണ് വിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടി ഒഴുകിയത്. സുബ്ഹാനല്ലാഹ്, ആ വെള്ളത്തിനാണല്ലോ ഭൂമിയിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള വെള്ളമെന്ന് മഹാന്മാര് പേര് വെച്ചത്. ഭൂമിയിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള വെള്ളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ പൊട്ടിയൊഴുകിയ വെള്ളം. അതേ, ഈ വലിയ ബഹുമാനങ്ങളൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതേ, മൂസാ നബി അലൈഹിസ്സലാമിന് നല്ല പ്രകാശിക്കുന്ന കൈ അല്ലാഹു തആല നുബുവത്തിന്റെ ഭാഗമായി, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഭാഗമായി കയ്യതാ കക്ഷത്തിന്റെ ഭാഗത്ത് വെച്ച് കയ്യൊന്നിങ്ങനെ കാണിക്കുമ്പോ സാധാരണ ഒരു കയ്യിലും കാണാത്ത വലിയ പ്രകാശരശ്മികൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കാണുന്നു. അത് വലിയൊരു വലിയൊരു നുബുവത്തിന്റെ ഭാഗമായി, മുഅ്ജിസത്തിന്റെ ഭാഗമായി കൊടുത്തെങ്കിൽ ആ കയ്യിന്റെ പ്രകാശം അങ്ങനെ കണ്ട് ആസ്വദിച്ച് സത്യം മനസ്സിലാക്കി പലരും ദീനിലേക്ക് അങ്ങനെ കടന്നു വന്നെങ്കിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നൂറ് ഏറ്റവും വലിയ നൂറാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുദിനം ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധ ദീനിലേക്ക് ഇന്നും കടന്നു വരാൻ കാരണമാകുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ബഹുമാനമാണ്. ഖുർആനിൽ നിന്ന് പഠിക്കുന്ന അറിവ്, ഖുർആനിൽ നിന്ന് കണ്ടെത്തുന്ന അറിവ്, ആ അറിവ് മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങളെ, ഇന്നും ആളുകൾ വിശുദ്ധ ദീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ലോകത്ത് വിതരണം ചെയ്യുന്ന നൂറ് അത് ചെറുതല്ല, വലിയ നൂറാണ്, നിലനിൽക്കുന്ന നൂറുമാണ്. ഒരു കാലത്തും അണഞ്ഞു പോകാത്ത പ്രകാശമല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൈകൊണ്ട് പ്രകാശിക്കുന്നത്. പ്രത്യേക രൂപത്തിൽ അല്ലാഹു നിർദ്ദേശിക്കുമ്പോൾ ആ പ്രകാശം വരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയ നൂറാകുന്ന ഖുർആൻ ഒരു കാലത്തേക്കോ ഒരു സ്ഥലത്തേക്കോ ഒരു സമയത്തേക്കോ ബന്ധിതമായതല്ല. ഖിയാമത്ത് നാൾ വരെ എല്ലാവർക്കും അത് നൂറാകുന്നു, വെളിച്ചമാകുന്നു, പ്രകാശമാകുന്നു. ഇപ്പോഴുമുണ്ട് പരിശുദ്ധ ഖുർആനിൽ വിവരങ്ങൾ കണ്ടെത്തി ശേഖരിച്ചുകൊണ്ട് വിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്ന ആയിരക്കണക്കിന് ആളുകൾ. ഇപ്പൊ അടുത്ത് നിങ്ങൾ വായിച്ചില്ലേ, നല്ല ബുദ്ധിമാന്മാരായ 400-ലധികം വരുന്ന കുട്ടികളെ, പഠിതാക്കളെ വിദേശത്തുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ചേർത്ത മക്കളെ പരിശുദ്ധ ഖുർആൻ ഒന്ന് പഠന വിധേയമാക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ വിവിധ കുട്ടികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ചു. നല്ല ബുദ്ധിയുള്ള, മെമ്മറി പവറുള്ള കുട്ടികളെ ഖുർആൻ പരിശോധിച്ചിട്ട് ഖുർആനിൽ പഠിപ്പിക്കുന്ന തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വർഗീയതയുടെയൊക്കെ നയങ്ങൾ ഒപ്പിയെടുത്ത് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ബുദ്ധിമാന്മാരായ പഠിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പഠനം നടത്തി ഏകദേശം പകുതിയാകുമ്പോഴേക്ക് എല്ലാവരും വിശുദ്ധ ദീനിലേക്ക് പ്രവേശിച്ചു പോയി. പിന്നെ ആ പണി അവർ നിർത്തിവെച്ചതാണ്. കാരണം ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പോയാൽ പിന്നെ ബാക്കി പൊട്ടന്മാരല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ ആരെയും കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇനി ആ പണി വേണ്ടാന്ന് വെച്ചു. റിസർച്ച് ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ അങ്ങനെ ഹോളി ഖുർആനും ഖുർആന്റെ മറ്റു തർജ്ജമകളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ യഥാർത്ഥ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും ഉപയോഗിക്കാനും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ സത്യം മനസ്സിലാക്കിയവർ വരും. യഥാർത്ഥ ബുദ്ധി കൊണ്ടാണോ പഠിക്കാൻ ഉപയോഗിക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത്, ആ യഥാർത്ഥ ബുദ്ധിക്ക് ഹിദായത്തിലേക്കുള്ള വഴിയാകും അല്ലാഹു അത് നൽകുന്നത്. ഖുർആൻ കേട്ടിട്ട് പലരും സ്തംഭിച്ചുപോയി. വിശുദ്ധ ദീനിലേക്ക് കടന്നു വരാതിരുന്നത് ചിലരുടെയൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സത്യം അറിയാത്തതുകൊണ്ടല്ല.
സത്യം അവർക്കൊക്കെ തീർത്തും അറിയാം. അപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ഹിറക്കൽ ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കത്തെഴുതിയ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവാണ് റോമിലെ ചക്രവർത്തിയായിരുന്ന ഹിറക്കൽ ചക്രവർത്തി. അദ്ദേഹം ആ കത്തിനെ നല്ലോണം ബഹുമാനിച്ചിട്ടുണ്ട്. മറ്റു പല രാജാക്കന്മാരും ചെയ്തതുപോലെയല്ല. ആ കത്ത് കിട്ടിയപ്പോൾ ശരിയായ അറബിയൊന്നും അറിയില്ല ഹിറക്കൽ ചക്രവർത്തിക്ക്. പക്ഷെ തൻ്റെ ആളുകളിൽ നിന്ന് അറബി നല്ലവണ്ണം വശമുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ കത്ത് വായിപ്പിച്ചു. 4 വരിയെ കത്തുള്ളൂ, ദീർഘിച്ച കത്തൊന്നുമില്ല, 4 വരിയേ ഉള്ളൂ. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ മിൻ മുഹമ്മദിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അലീമിർ റൂം മലിക് ഹിർഖൽ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ഷൈഅൻ വയത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ എന്ന് പറഞ്ഞ് ആ കത്തിൽ ഇങ്ങനെ 4 വരി എഴുതിയിട്ട് അവസാനം അസ്ലിം തസ്ലിം അസ്ലിം തസ്ലം യൂതികല്ലാഹു അജ്റക മറത്തൈൻ എന്നും പറഞ്ഞ ആ കത്ത് ഇങ്ങനെ സമാപിച്ചിട്ടുണ്ട്. നല്ല ഒരു സന്ദേശം ആ കത്തിൽ എഴുതി വെച്ചു. നിങ്ങൾ വേദഗ്രന്ഥത്തിന്റെ ആളുകളല്ലേ, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകൾ. ആ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പഠിപ്പിച്ച ഒരു സന്ദേശത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അതെന്താ? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅൻ വയത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ ആരാധ്യനാക്കരുത്, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കണം. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളിത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാഹു നിങ്ങൾക്ക് 2 പ്രതിഫലം നൽകും. ഇഞ്ചിയിൽ വിശ്വസിച്ചതിനും നൽകും, ഇതിൽ വിശ്വസിച്ചതിനും നൽകും. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കുറ്റം മുഴുവനും നിങ്ങൾ പേറേണ്ടി വരും. എന്നാ കത്തിലെഴുതി കത്ത് സമാപിച്ചപ്പോൾ ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞു, മക്കത്ത് വന്ന ആ നബിയെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മക്കക്കാരെങ്കിലും ഇവിടെ ഷാം പ്രദേശത്ത് കച്ചവടക്കാരായി വന്നവരുണ്ടെങ്കിലും ഒന്ന് അന്വേഷിക്കണം. അബൂ സുഫിയാൻ പറഞ്ഞു. അന്ന് അബൂ സുഫിയാൻ ദീനിലേക്ക് വന്നിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനും എൻ്റെ നേതൃത്വത്തിൽ കുറെ ആളുകളും കച്ചവടച്ചരക്ക് വാങ്ങാൻ പോയൊരു നേരായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെ വന്ന് രാജാവിൻ്റെ ദൂതന്മാർ പിടിച്ചിട്ടോ നിങ്ങളെ രാജാവ് വിളിക്കുന്നുണ്ട്. പടച്ചോനെ, ഞങ്ങളെ മേലിൽ എന്തെങ്കിലും കേസുണ്ടോ? ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്ന്? പെട്ടെന്ന് നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. വന്ന ആൾക്കാരോട് രാജാവ് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ നേതാവാരാണ്? എല്ലാവരും അബൂ സുഫിയാനെ ചൂണ്ടിക്കാണിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, എന്നൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി, ഇങ്ങോട്ട് നിൽക്കിയെന്ന് പറഞ്ഞു. മറ്റുള്ളവരെ മറ്റൊരു ഭാഗത്തേക്ക് നിർത്തി. രാജാവ് പറഞ്ഞു, മറ്റയാളെ കൊണ്ട് പറയിപ്പിക്കാൻ, ട്രാൻസ്ലേറ്ററെ കൊണ്ട്, ഞാൻ ഇവരോട് നിങ്ങളെ നാട്ടിൽ വന്ന നബിയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഇദ്ദേഹം സത്യം പറഞ്ഞാൽ അത് സത്യമെന്ന് നിങ്ങൾ പറയണം. സത്യത്തിനെതിരെ വല്ലതും പറഞ്ഞാൽ അസത്യമാണ് എന്നും പറയണം. നിങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയരുത്. സത്യം സത്യമായിട്ടാണോ പറഞ്ഞതെങ്കിൽ സത്യം എന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. 10-14 ചോദ്യങ്ങൾ ചോദിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി രാജാവ്. ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല, പലതവണ നിങ്ങൾ കേട്ടതായിരിക്കും. 10-14 ചോദ്യങ്ങൾ ചോദിച്ചു, കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, നിങ്ങളും ആ നബിയും തമ്മിൽ വല്ല കരാറും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങളൊരു കരാറിലാണ്. ഹുദൈബിയ സന്ധിയാണത്. ഹിജ്റ 6-ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഹുദൈബിയ സന്ധിയാണ്. ഇപ്പൊ ഞങ്ങളൊരു കരാറിലാണ് ഉള്ളത്. വല്ല കരാറും നിങ്ങളോട് ചെയ്താൽ എങ്ങനെയാണ് ആ നബിയുടെ ഭാവം, അവരുടെ അനുയായികൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അബൂ സുഫിയാൻ പറഞ്ഞു, കരാർ എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ ഒരു നിയമം പോലും അവർ തെറ്റിക്കൂല. ഞങ്ങളെ ഭാഗത്ത് ഞങ്ങൾക്ക് പേടിയാണ്. കുറെ നിയമം ഇവിടെ തെറ്റിയിട്ടുണ്ട്. കരാറിൽ 10-14 നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലധികവും പ്രതികൂലമായ നിയമങ്ങളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നബിതങ്ങളെ ഭാഗത്തുനിന്ന് ഒരു വിഷയത്തിൽ പോലും ലംഘനം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ വിഷയത്തിൽ ഞങ്ങൾക്ക് പേടിയാണ്. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ വിശദീകരണങ്ങളെ പോലെയാണെങ്കിൽ ആ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നബി തന്നെയാണ്. നബിയാണ് ആ വന്നിരിക്കുന്നതിൽ അത് സന്ദേഹമല്ല, സംശയമല്ല. ഹിറക്കൽ ചക്രവർത്തി തന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ, ഭരണരംഗത്തും മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ വന്നിരിക്കുന്ന നബിയാണ്, നമ്മൾ ആ നബിയെ സ്വീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് റെഡിയായി വിശ്വസിക്കാൻ ഇങ്ങനെ ഒരുങ്ങി പുറപ്പെടുന്ന സമയത്ത് എല്ലാവരും പ്രതിഷേധിച്ചുകൊണ്ട് എണീറ്റു. രാജാവിനെതിരെ പ്രതിഷേധം മുഴക്കി. സദസ്സിലുള്ള ആളുകൾ പലരും രാജാവിനെ സ്ഥാനത്തുനിന്ന് ഇപ്പൊ ഇറക്കി വിടണം, അയാളെ പറ്റൂല, അയാൾ നമ്മളെ വിശ്വാസത്തിനെതിരാണെന്ന് പലരും
ക്രൈസ്തവരായ ആൾക്കാരാണ് അതിൽ അധികം ഉള്ളത്. എല്ലാവരും ഏറ്റു പറഞ്ഞപ്പോൾ രാജാവിന് തോന്നി, ഇപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ എൻ്റെ സ്ഥാനം പോകും. രാജാവ് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഈ വിഷയം നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് ചർച്ച ചെയ്യാം, എല്ലാവരും പിരിഞ്ഞു പോകണം. പിന്നെ രണ്ടാമതും ചർച്ചയ്ക്ക് വിളിച്ചു. ഇത്രയും ബോധ്യപ്പെട്ട രാജാവിന്റെ മുന്നിൽ ഇനി ഒറ്റ വിഷയമുള്ളൂ. മനസ്സുറപ്പിച്ചുകൊണ്ടൊരു ഷഹാദത്ത് കലിമ ഒറ്റ വാക്കേ ബാക്കിയുള്ളൂ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത്രയുള്ളൂ, സത്യം ബോധ്യപ്പെടാഞ്ഞിട്ടല്ല. പക്ഷേ ദുനിയാവിന്റെ മോഹം സമ്മതിക്കണ്ടേ, സ്ഥാനമോഹം സമ്മതിക്കണ്ടേ. രണ്ടാമത് വിളിച്ചു ചേർത്തപ്പോഴും രാജാവ് വിഷയം ആവർത്തിച്ചപ്പോ ഒരു ഹാളിന്റെ ഉള്ളിൽ വാതിലുകളൊക്കെ കുറ്റിയിട്ടിട്ട് വളരെ തന്ത്രപൂർവം ഇവരെ വിഷയങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ കാർക്കശ്യമായ ഭാഷയിൽ മുന്നിലിരിക്കുന്ന ആളുകൾ പ്രതികരിച്ചു, മുദ്രാവാക്യം വിളിച്ചു. പലരും രാജാവിനെതിരെ സംസാരിച്ച് ഇറങ്ങിപ്പുറപ്പെടാൻ ഒരുങ്ങുന്ന നേരത്തെ രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പമാണ്, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. ഷഹാത്തിലിമ ചൊല്ലിയില്ല. കണ്ട നിങ്ങള്, അതൊരു ഭാഗ്യം വേണം, അതിന് ഒരു തൗഫീഖ് വേണം. ഇത്രത്തോളം വിഷയങ്ങൾ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഒന്ന് ചൊല്ലാനുള്ളൊരു ഭാഗ്യം വേണ്ടേ? പക്ഷേ വിഷയങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കിയപ്പോഴേക്ക് തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഭാഗ്യം കിട്ടിയിട്ട് നബിതങ്ങളെ പ്രാർത്ഥനയും സ്വീകാര്യതയും സന്തോഷമൊക്കെ ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടി ഹബശയിലെ രാജാവ് നജ്ജാശി രാജാവിന്, എത്യോപ്യ ഭരിച്ചിരുന്ന നജ്ജാശി രാജാവിന് വലിയ ഭാഗ്യമാണ് കിട്ടിയത്, ചെറിയ ഭാഗ്യമൊന്നല്ല. ആ രാജാവിന് വേണ്ടി എമ്പാടും ദ്വാരന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സന്തോഷമുള്ള രാജാവാണ് ഹബശയിലെ രാജാവ്. സത്യം അറിഞ്ഞപ്പോഴേക്ക് തന്നെ വിശ്വസിക്കാൻ ഒരുങ്ങി. പലരും അങ്ങനെയാണ്, അതിനൊരു തൗഫീക്ക് വേണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ നൂറ് ലോകത്ത് ഇന്നും നിലനിൽക്കുന്നു, പരിശുദ്ധ ഖുർആൻ. അതിന്റെ പ്രകാശം കെട്ടുപോകാത്ത, തീർന്നു പോകാത്ത രൂപത്തിൽ എല്ലാ ഭാഗത്തേക്കും അതുണ്ട്. കണ്ടില്ലേ സഹോദരങ്ങളെ, ഓരോ നബിമാർക്കും ഇങ്ങനെ വലിയ വലിയ ബഹുമാനം അല്ലാഹു നൽകി. അത് പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിനും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ബഹുമാനം അല്ലാഹു നൽകിയിരുന്നു. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചവരെ ഞാൻ ഹയാത്താക്കി കാണിച്ചു തരും അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരെ മൊത്തല്ല സംസാരിപ്പിച്ചത്, അതേ തങ്ങൾക്ക് സൽക്കാരം ഊട്ടിയ ജൂതന്മാര് ഖൈബറിൽ വെച്ച് തങ്ങളെ സൽക്കരിച്ചിരുന്നു. ഭക്ഷണം നൽകിയപ്പോ നല്ല മാടിന്റെ മാംസം കഷ്ണമാക്കി ശരിക്ക് വേവിച്ചുകൊണ്ട് ആ മാംസത്തിൽ നല്ല വിഷം കലർത്തിയിട്ടല്ലേ നബി തങ്ങളെ മുന്നിൽ വെച്ചു കൊടുത്തത്. അതിൽ നിന്നൊരു ചെറിയ ഇറച്ചി കഷ്ണം എടുത്തപ്പോഴേക്ക് ആ ഇറച്ചി കഷ്ണം തങ്ങളോട് സംസാരിച്ചു, ഇത് ഭക്ഷിക്കരുത് നബിയേ, ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. മൊത്തം ഒരു മരിച്ചുപോയ ഒരു ജീവിയെ മൊത്തം മുന്നിൽ കിട്ടണ്ട, അതേ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് വേവിച്ച് രൂപഭാവങ്ങളൊക്കെ മാറിയ ശേഷവും അത് സംസാരിക്കാനുള്ള കഴിവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യങ്ങ് തൊട്ടപ്പോ മാംസം സംസാരിച്ചു പോയി. ഇത് ഭക്ഷിക്കരുത്, ഇതിൽ നിന്ന് ഒന്നും എടുത്ത് ഭക്ഷിക്കരുത്. തങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി എന്ന നിലക്ക് സ്വഹാബിമാരിൽ പലരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് തങ്ങൾ അവരോട് പറഞ്ഞു, ആരും ഭക്ഷണം കഴിക്കരുത്, വായിൽ വെച്ചത് തുപ്പിക്കളയണം. ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു അൻഹു അതേ ഒരു കഷ്ണം തായോട്ടിറക്കി. വിഷത്തിന്റെ കടുപ്പം കൊണ്ട് മഹാനവറുകൾ ഉടനെ തന്നെ മരണപ്പെട്ടു പോയി. ആ വിഷം പുരട്ടിയ ഭക്ഷണം പാചകം ചെയ്ത പെണ്ണിനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ നീയല്ലേ ഇത് പാചകം ചെയ്തത്? അതെ. എന്തിനാണ് ഈ മാംസത്തിൽ നീ വിഷം പുരട്ടിയത്? ആ പെണ്ണ് പറഞ്ഞു, ജൂതന്മാര് പഠിപ്പിച്ച മറുപടി, ഫൈൻ കുന്ത നബിയൻ ലാ യളുറുക, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂലെന്ന് എനിക്കറിയാം. വൈൻ കുന്ത റജുലൻ മുതഖവ്വിലൻ ഫയസ്തരീഹിൻ നാസു മിൻക,
നിങ്ങൾ ജനങ്ങളെ വാക്സാമർത്ഥ്യം കൊണ്ട് നിലനിർത്തുന്ന പിടിച്ചു നിർത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ അങ്ങ് പോയാൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ എന്ന് കരുതിയാണ്. അതൊരു ഉപായത്തിന്റെ മറുപടിയാണ്, ഒരു തട്ടിപ്പിന്റെ മറുപടി അപ്പൊ പറഞ്ഞു ഒപ്പിച്ചതാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, ആ സ്വഹാബി മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ആ പെണ്ണിന് ഖിസാസ് നൽകി. വിഷം പുരട്ടിയതിന്റെ പേരിലല്ല, ഒരാളങ്ങനെ മരണപ്പെട്ടു പോയല്ലോ, അതിന് പകരമായിട്ട് വധശിക്ഷ നൽകിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ സംസാരിച്ചത് വേവിച്ച മാംസത്തിന്റെ ഒരു കഷ്ണമാണ്. മരിച്ചുപോയൊരു വ്യക്തി ഒന്നായിട്ടല്ല, അതിനേക്കാളും വലുതല്ലേ. നിങ്ങൾ നോക്ക്, രൂപഭാവങ്ങളൊക്കെ എത്ര മാറിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച് ഖബറിലെത്തിയ ആളുകളോട് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ അങ്ങനെ കാണാം. ഞാനതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ബഹുമാനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയൊരു ബഹുമാനല്ലേ, ഓനബ്ബിയുക്കും ബിമാ തഅക്കുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതിക്കും. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത്. നിങ്ങളെ വീട്ടിൽ ഓരോരുത്തരും എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എന്തെല്ലാം ദിർഹമുണ്ട്, ദീനാറുണ്ട്, രത്നങ്ങളുണ്ട്, എന്തെല്ലാം കായ്ക്കനികളുണ്ട്, ഭക്ഷ്യവസ്തുക്കളുണ്ട്, ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ബഹുമാനം, ഒരു മുഅ്ജിസത്ത് ഈസാ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. അതേപോലത്തെ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ബദറിന് ശേഷമാണ് അബ്ബാസ് എന്നവർ ദീനിലേക്ക് വന്നത്. ബദറിൽ തടവിലായി കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ്. അബ്ബാസ് എന്നവരെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ മോചനദ്രവ്യം കൊടുക്കണം, എന്നാ നിങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാം, മക്കയിലേക്ക് പോകാം. അബ്ബാസ് എന്നവർ പറഞ്ഞു, നബി എൻ്റെ കയ്യിൽ ഇതിന് കാര്യമായിട്ട് പണമൊന്നുമില്ല, ഞാൻ പിന്നെ എവിടുന്ന് മോചനദ്രവ്യം കൊടുക്കാനാണ്, ചോദിക്കുന്ന ആള് വലിയ സംഖ്യ ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസ്, നിങ്ങളെ വീട്ടിന്റെ അടിഭാഗത്ത് ഒരു അറയുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച കുറച്ച് സ്വത്തില്ല, അതെവിടെ? നിങ്ങളെ വീട്ടിന്റെ ഉള്ളില് അടിഭാഗത്തൊരു അറയുണ്ടാക്കിയിട്ട് ആ അറയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കുറച്ച് സ്വത്തില്ലേ, അതെവിടെ? അതങ്ങ് പറഞ്ഞപ്പോ അബ്ബാസ് എന്നവര് പറഞ്ഞു, ഹഖൻ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നബിയെ. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല, എൻ്റെ മക്കൾക്കൊരാൾക്കും അറിയില്ല. ഈ വിഷയം തങ്ങൾക്ക് അറിയിച്ചു തന്നത് അല്ലാഹു തആല തന്നെയാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതങ്ങ് തുറന്നു പറഞ്ഞപ്പോ അബ്ബാസ് എന്നവരുടെ മനസ്സിൽ ഈമാൻ ഉറച്ചുപോയി. നിങ്ങൾ നോക്ക്, ഇതേപോലെ എത്ര എത്ര വലിയ ബഹുമാനങ്ങളാണ് നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ബഹുമാനങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പക്ഷിഭാഷ അറിയുമായിരുന്നു. വഉല്ലിംനാ മന്തിഖ ത്വയ്ർ, പക്ഷികൾ സംസാരിക്കുന്ന ഭാഷ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് പക്ഷികൾ സംസാരിക്കുന്നതും എന്താണെന്നറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാവുന്ന ഭാഷ പക്ഷികളുടെ ഭാഷ മാത്രമല്ല, എല്ലാ ജീവികളുടെയും ഭാഷ അറിയാം. പക്ഷികളുടേത് മാത്രമാണോ? അല്ല. പക്ഷികൾ മാത്രമാണോ തങ്ങളോട് സംസാരിച്ചത്? അല്ല. അചേതന വസ്തുക്കൾ വരെ തങ്ങളോട് സംസാരിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് ഒരു പക്ഷി സങ്കടം പറഞ്ഞല്ലോ, നബിയേ, എൻ്റെ കുട്ടിയെ ആരോ എടുത്തു കൊണ്ടുപോയി, കൂട്ടിൽ നിന്നാണ് എടുത്തു കൊണ്ടുപോയത്. തങ്ങൾ ചോദിച്ചു സഹാബത്തിനോട്, അയ്യക്കും ഫജഅ ഹാദിഹി ബിവലദിഹാ, ഈ തള്ളപ്പക്ഷിയുടെ കുട്ടിയെ ആരാണ് റാഞ്ചിയെടുത്തത്? ആരാ നിങ്ങളെ കൂട്ടത്തിൽ പൊക്കിയെടുത്തത്? സ്വഹാബി പറഞ്ഞു, അനാ നബിയെ, ഞാനാണ് എടുത്തത്. ആ ഉമ്മാക്ക് സങ്കടം കണ്ടില്ലേ? ആ കുട്ടിയെ ആ തള്ളപ്പക്ഷിയിലേക്ക് തിരിച്ചു കൊടുക്കൂ. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ചെന്നായ സംസാരിച്ച സംഭവം പ്രസിദ്ധമാണ്, ഹദീസുകളിലൊക്കെ കാണാം. ഒരു അറാബിയായ മനുഷ്യൻ, അദ്ദേഹം ഒരു യഹൂദിയാണ്, കുന്നിന്റെ മേലെ ആടിനെ മേച്ചു കൊണ്ടിരിക്കുമ്പോ ആടുകളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോ ഒരു ആട് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയി. ഈ ചെന്നായ അപ്പുറത്ത് കാത്തു നിൽക്കുന്നു, എൻ്റെ റിസ്ക്, എൻ്റെ ഭക്ഷണം എവിടെയെന്ന് നോക്കിയിട്ട് നേരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആടിനെ പിടിക്കാൻ വേണ്ടി ചാടി വന്നു. ആട്ടിടയനായ ഈ മനുഷ്യൻ, അറാബിയായ യഹൂദിയായ അറാബി, പെട്ടെന്ന് ഓടി വന്നിട്ട് ചെന്നായനെ തള്ളി മാറ്റിയിട്ട് തൻ്റെ ആടിനെ രക്ഷപ്പെടുത്തി.
അപ്പൊ ചെന്നായ ഒരു ചെറിയ പാറക്കല്ലിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പറയുന്നു, റിസ്ഖുൻ റസഖഹുല്ലാഹ് അഖൽത റിസ്ഖൻ റസഖനീഹില്ലാഹ്. അറബി ഭാഷയിൽ പറയുന്നു ചെന്നായ, എനിക്കല്ലാഹു തന്ന ഒരു റിസ്ഖാണ് നിങ്ങൾ പിടിച്ചെടുത്തത്. കൂട്ടം തെറ്റിപ്പോകുന്ന ആട് എനിക്കുള്ള റിസ്ഖാണ്. കൂട്ടത്തിൽ പോകുന്ന ഒറ്റെണ്ണത്തിനെയും ഞാൻ പിടിച്ചിട്ടില്ലല്ലോ. കൂട്ടം തെറ്റിയത് എനിക്കുള്ള റിസ്ഖാണ്, അതിനല്ലേ നിങ്ങൾ പിടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഹദീസിലൊക്കെ പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കരുത്, ജമാഅത്തിലായി നിസ്കരിക്കണം. സ്വീകാര്യത കിട്ടാനൊരു കാരണമാണത്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളെ എങ്ങനെങ്കിലൊക്കെ പേപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ചെറിയൊരു ഖുശൂഉണ്ടെങ്കിൽ അതൊക്കെ തകർക്കാനും ശൈത്താന് എളുപ്പമാണ്. ജമാഅത്തിലാകുമ്പോൾ കുറേ ആളുണ്ടാകുമല്ലോ. ഇനി 2 ആളായിട്ട് 3 ആയിട്ടുള്ള ജമാഅത്താണെങ്കിലും ഒരു ജമാഅത്തിന്റെ ഒരു ശക്തി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒറ്റക്കാകരുത്, ജമാഅത്തിലായി നിസ്കരിക്കണം. ഫഇന്നമാ യഅകുലു ദിഅ്ബു അൽ ഗനമൽ ഖാസിയ. ഒറ്റപ്പെട്ടു പോകുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുക. കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കണം. ചില ആൾക്കാരുണ്ട് മഹല്ല് ജമാഅത്തിന്റെ കൂട്ടത്തിൽ ഒരു പ്രവർത്തനത്തിലും അവരുണ്ടാകൂല. സ്വന്തം കാര്യം സിന്ദാബാദ്. അതും ശരിയല്ല, ആ മാർഗവും ശരിയല്ല. എല്ലാ പ്രാർത്ഥനയും എല്ലാ നന്മകളിലും കൂടെ നിന്ന് സഹകരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാകണം നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. അതിനല്ലേ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതൊക്കെ അതിനാണ്. ഇതിലൊക്കെ സഹകരിക്കണം. ഒറ്റപ്പെട്ട് നിന്ന് പോകരുത്. അതിലേക്കുമില്ല ഒന്നിലേക്കുമില്ലാതെ ഒറ്റയാനായിട്ട് മരിച്ചു പോയിട്ട് നല്ല കാര്യങ്ങളിലേക്കൊക്കെ സഹകരിക്കണം. അതിന് ജമാഅത്ത് കമ്മിറ്റിന്റെ കീഴിൽ നടക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളിലേക്കൊക്കെ സഹകരിക്കണം. ഇവിടെ ഒരുപാട് ഖൈറാത്തുകൾ നടക്കുന്നുണ്ട്. മദ്രസ മാത്രമല്ല, നമ്മുടെ ഇർഷാദിയ സ്ഥാപനം ഈ നാടിന്റെ വലിയ ഒരു ഖൈറാണ്. അല്ലാഹു തആല ദായിമാക്കി തരട്ടെ. പഠിക്കുന്ന മക്കൾക്ക്, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ഖൈർ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതൊക്കെ വലിയൊരു ഖൈറാണ്, വലിയൊരു പുരോഗതിയാണ്. ഇൽമല്ലേ ഏറ്റവും വലിയ പുരോഗതി. അതിനല്ലേ നേതൃത്വം നൽകുന്ന, ചെറുതല്ലല്ലോ. മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇടയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ആടിനെ ചെന്നായ പിടിക്കും. ഒറ്റക്ക് നിന്ന് നിസ്കരിക്കുന്ന ആളെ ശൈത്താൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വീപ്പാക്കും. ജമാഅത്തിലായി നിൽക്കുമ്പോൾ നല്ല ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ടാകും. അവരൊക്കെ പറയുന്ന പ്രാർത്ഥനയിൽ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ ഇദ്ദേഹവും. അതുകൊണ്ടൊരു സ്വീകാര്യത കൂടുതൽ കിട്ടും. സ്കാരത്തിലും ഒരു ഭക്തി കൂടുതൽ കിട്ടും. ചെയ്യുന്ന അമലുകളിലൊക്കെ കൂടുതൽ സ്വീകാര്യത കിട്ടും. അഥവാ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഒരിക്കലും തള്ളാൻ പറ്റാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെ കെയർ ഓഫിലെങ്കിലും നമ്മളുടേതാണ് സ്വീകരിച്ച് കിട്ടിയാൽ അങ്ങനല്ലേ. നമ്മളൊരു നിലക്കോ യോജിച്ച ആളല്ല, പക്ഷെ മുന്നിൽ അപ്പുറത്തും പുറത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കുറച്ച് മട്ടുള്ളവരാണ്. ഓത്തിലും ദിക്റിലും നിസ്കാരത്തിലൊക്കെ കുറച്ച് ഭക്തിയുള്ളവരാണ്. അവരെ കൂടെ നിന്ന ആളല്ലേ എന്നുള്ള അല്ലാഹു തആലാന്റെ ഒരു പരിഗണന. അല്ലാഹു നല്ലോണം പരിഗണിക്കുന്ന ആളല്ലേ, പരമാവധി പരിഗണിക്കുന്ന ആളല്ലേ, അവരെ കൂടെ നിസ്കരിച്ച ആളല്ലേ എന്ന നിലക്കൊരു പരിഗണന കിട്ടിയാലോ അത് വലിയൊരു ഭാഗ്യല്ലേ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചെന്നായ എങ്ങനെ സംസാരിച്ചപ്പോ ഈ മനുഷ്യൻ ചെന്നായന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. സുബ്ഹാനല്ലാഹ്, ചെന്നായ ഇബ്നത്തകല്ലം, സംസാരിക്കുന്ന ചെന്നായ. ഞാൻ കേൾക്കുന്നത്, നിങ്ങളാരോ കേട്ടണോ ചെന്നായ സംസാരിക്കുന്നത്? ചെന്നായ സംസാരിക്കുന്നത് കേൾക്കുന്ന ആളൊരു അറാബിയ. അദ്ദേഹം ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയപ്പോ ചെന്നായ വീണ്ടും പറഞ്ഞു, അഅജബു മിമ്മാ അഅജബക്, നിന്നെ അത്ഭുതപ്പെടുത്തിയതിനേക്കാൾ വലിയൊരു അത്ഭുതം ഞാൻ പറഞ്ഞു തരാം. റജുലുൻ ബൈനൻ നഖലാത്തി ഫിൽ മദീന, മദീനയിൽ ഈന്തപ്പന തോപ്പുകൾക്കിടയിൽ ഒരു മഹാമനുഷ്യനുണ്ട്. ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. റജുലുൻ ബൈനൻ നഖലാത്തി ഫിൽ മദീന, മദീനയിൽ ഈന്തപ്പന തോപ്പുകൾക്കിടയിൽ ഒരു മഹാമനുഷ്യനുണ്ട്. യുഖ്ബിറു ബിമാ കാന വമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. ചെന്നായ പറയാണ്, ആ മഹാമനുഷ്യൻ പറഞ്ഞു തരും, ലോകത്ത് നേരത്തെ നടന്ന മുഴുവൻ സംഭവങ്ങളും പറഞ്ഞു തരും. വമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇനി എന്തെല്ലാം നടക്കാനുണ്ട് അത് മുഴുവനും പറഞ്ഞു തരുന്നൊരു മഹാമനുഷ്യനുണ്ട്. ഞാൻ അറബിയിൽ സംസാരിച്ചപ്പോ നിനക്ക് അത്ഭുതം തോന്നിയെങ്കിൽ എന്റെ സംസാരമൊന്നും അത്ഭുതമല്ല. നീ ആ മഹാമനുഷ്യന്റെ സവിധത്തിലൊന്ന് പോയി ഇരുന്നു നോക്ക്. അത്ഭുതങ്ങൾ നിറയെ നിനക്ക് പഠിക്കാൻ കഴിയും, നിറയെ കേൾക്കാൻ കഴിയും. അറാബിക്ക് തോന്നി ഒന്ന് തായോട്ടിറങ്ങിയിട്ട് ഈ പറയുന്നൊരു മഹാമനുഷ്യനെ കണ്ടാലോ. ആരെപ്പറ്റിയാണ് ചെന്നായ പറയുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്.
ചെന്നായയോട് ആ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആടുകൾ ആര് നോക്കും? ചെന്നായ പറഞ്ഞു, ആടുകളൊക്കെ ഞാൻ നോക്കുന്നു പറഞ്ഞു. ഒരൊറ്റ ആടിനെയും ഞാനൊന്നും ചെയ്യൂല, പക്ഷേ ഒരു ഷർത്തുണ്ട്, നിങ്ങൾ പോയി തിരിച്ചു വന്ന നേരത്തെ ഞാൻ പിടിക്കാൻ നോക്കി ആടില്ലേ, ആ ആടിന് എനിക്ക് തരണം. അത് എനിക്ക് അല്ലാഹ് എന്ന റിസ്ക് തന്നെയാണ്, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ആടിന് എനിക്ക് തരണം, എനിക്കുള്ള ഭക്ഷണമാണത്. ബാക്കി ഒരൊറ്റ ആടിനെയും ഒരാളും കൊണ്ടുപോലെ ഞാൻ ശരിക്കും നോക്കുന്നുണ്ടോ, കാവൽ നിൽക്കുന്നു പറഞ്ഞു. ചെന്നായനെ ആടിനെയും ഏൽപ്പിച്ച് അദ്ദേഹം താഴോട്ടിറങ്ങി. കുന്നിൻ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങിയപ്പോ ചെന്നായ പറഞ്ഞ രൂപത്തിൽ തന്നെ ഒരു കാരക്കത്തോപ്പില്, ഒരു മരത്തോപ്പിന്റെ ഉള്ളില്, കാരക്കത്തോട്ടത്തിന്റെ ഉള്ളില് ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. മുന്നിൽ സഹാബത്തൊക്കെ ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു സദസ്സ് അവസാനിക്കുന്നിടത്ത് ഈ മനുഷ്യൻ പോയിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ സംസാരം വീക്ഷിച്ചപ്പോ അദ്ദേഹം ഓരോ സംസാരം കേൾക്കുമ്പോഴും പറയുന്നുണ്ട്, ചെന്നായ പറഞ്ഞത് എത്ര സത്യലേ, എന്തെല്ലാം വിഷയങ്ങളാ തങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പഠിക്കാത്ത എന്തെല്ലാം ഇൽമുകൾ, എന്തെല്ലാം കാര്യങ്ങൾ. സദസ്സ് അവസാനിച്ചപ്പോ പതുക്കെ മുന്നോട്ട് വന്നിരുന്ന് സലാം പറഞ്ഞു. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് തങ്ങളെ കൈപിടിച്ചു. എന്നിട്ട് ചെന്നായ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സ്വഹാബത്ത് ആ വർത്തമാനം പതുക്കെങ്ങനെ കാതോരം കേൾക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കൂ ചെന്നായന്റെ സംസാരം. ചെന്നായ പറഞ്ഞത് മുഴുവനും പറഞ്ഞു കൊടുക്കൂ, അവര് കേൾക്കട്ടെ. അവർക്ക് ആ വിവരം പറഞ്ഞു കൊടുത്ത ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെന്നായന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയല്ലേ? എന്നാൽ അതിനേക്കാളും വലിയൊരു അത്ഭുതം പറഞ്ഞു തരാം. ഖിയാമത്ത് നാള് ലോകത്ത് സംഭവിക്കൂല. ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് വരെ ചെരുപ്പിന്റെ വാറ് പോലത്തൊരു വസ്തു അയാളോട് സംവദിക്കുന്ന ഒരു കാലം വരുന്നത് വരെ ഖിയാമത്ത് നാള് സംഭവിക്കൂല. നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ? അങ്ങകലെ അറേബ്യയില് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള് അവിടെ നിയന്ത്രിക്കുന്നത് ഇവിടെ വീട്ടിൽ വെച്ചാണ്. ആരൊക്കെ വന്നിട്ടുണ്ട്, എന്തെല്ലാം സാമഗ്രികളുണ്ട്, എപ്പോഴാണ് കേഷ്യർ വന്നത്, എന്തെല്ലാമാണ് അയാൾ ചെയ്തത്, എത്ര സമയമാണ് അവിടെ ഇരുന്നത്, ഇന്ന് കിട്ടിയ വരുമാനം എത്രയാണ്, ആരൊക്കെ കടയിൽ വന്നിട്ടുണ്ട്, മുഴുവൻ കാര്യങ്ങളും മണിക്കൂറുകളെ കൊണ്ട് ഇവിടെ നോക്കിക്കാണുന്നില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വീട്ടിലെ കുടുംബനാഥൻ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അയാളെ മൊബൈലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു ചിപ്പ്, ഒരു നഖത്തിന്റെ വലുപ്പത്തിന്റെ പകുതിയുള്ളൊരു ചിപ്പ്, അത് മൊബൈലിലേക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ബട്ടൺ അമർത്തിയാൽ CC ക്യാമറയിൽ പകർത്തിയ കാര്യങ്ങൾ മുഴുവനും വരുന്നു. ശബ്ദ സംസാരങ്ങൾ വരുന്നു, രൂപഭാവങ്ങൾ വരുന്നു. 8 മണിക്കതാ പത്രമിടുന്ന ആള് വന്നിട്ട് പത്രമിട്ട് പോകുന്നു. പത്രത്തിന് കൊടുക്കാനുള്ള കാശ് അയാൾ ചോദിച്ചു വാങ്ങുന്നു. 9 മണിക്കൊരു പിരിവുകാരൻ വരുന്നു, എത്തിക്കാരന്റെ പിരിവാന്ന് പറയുന്നു, പിരിവ് കൊടുക്കുന്നു. അയാൾ രണ്ട് കലിമത്ത് മലയാളത്തിൽ ചേർക്കുന്നു. 10 മണിയാകും വയൽ വീട്ടിലെ പെണ്ണ് വരുന്നു, ഗീബത്തും നമീമത്തൊന്നും പറയാത്ത നല്ല സംസാരം പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഒരു ഗ്ലാസ് ചായയും കുടിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പിയെടുത്ത് സംസാരിച്ചു പോയി. അന്ന് സംസാരിച്ചത് ജീവനുള്ള വസ്തുവാണെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്നത് അചേതന വസ്തുവാണ്. ഇങ്ങനൊരു അചേതന വസ്തു സംസാരിക്കുന്ന കാലം ലോകത്ത് വരുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് മദീനയിലെ ഈന്തപ്പന തോട്ടത്തിൽ വെച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിയുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കുന്നു. അറാബി ദീനും സ്വീകരിച്ച് നിബിധങ്ങളിൽ നിന്ന് ഖുർആനിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി നേരെ കുന്നിൻ മുകളിലേക്ക് കയറിയിട്ട് നേരത്തെ പറഞ്ഞ വാഗ്ദാനം നിർവഹിച്ച് കൊടുക്കേണ്ട ഭക്ഷണം ചെന്നായക്ക് കൊടുത്ത് ബാക്കി ആടുകളെയുമായി വീട്ടിലേക്ക് പോകുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ചെന്നായന്റെ സംസാരം, ഉടുമ്പിന്റെ സംസാരം, ഒട്ടകത്തിന്റെ സംസാരം, കഴുതയുടെ സംസാരം, മരത്തിന്റെ സംസാരം, അചേതന വസ്തുവിന്റെ സംസാരം, അതല്ലേ നമ്മൾ മൗലിദിൽ ചൊല്ലുന്നത്? വാതാക്കൽ ഉദു യബ്കി വാതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇന്ദകല്ലബിയുൻ നുഫൂറു. മാൻപേട സംസാരിച്ചു കാവൽ ചോദിച്ചു വന്നതല്ലേ പറയുന്നത്? അതേ, മരത്തടി
മരക്കൊള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിന്നിരുന്ന മരത്തടി. നേരത്തെ മിമ്പർ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ്, 3 സ്റ്റെപ്പുള്ള മിമ്പർ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് മദീന പള്ളിയിൽ ചാരി വെച്ചിരുന്ന മരത്തടി, ആ മരത്തടി ഒന്ന് മാറ്റിയിട്ട് മദീന പള്ളിന്റെ ചെരുവിലേക്ക് വെച്ചിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ കാണും പോലെ 3 സ്റ്റെപ്പും ഒരു മുസ്തറാഹമുള്ള പുതിയൊരു മിമ്പർ കൊണ്ടുവന്നപ്പോ തങ്ങളാ പുതിയ മിമ്പറിൽ കയറിയിട്ട് ഖുതുബ തുടങ്ങിയപ്പോഴേക്ക് അതാ ഫഹന്ന ഹനീന സ്വബിയി, കുട്ടി കരയും പോലെ കരച്ചില് മദീന പള്ളിയുടെ ചെരുവിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപോയി. തങ്ങൾ മിമ്പറിൽ നിന്ന് തായോട്ടിറങ്ങിയിട്ട് അതിൻ്റെ മേലെ കൈവച്ചിങ്ങനെ കുട്ടികളെ ആശ്വസിപ്പിക്കും പോലെ സമാധാനിപ്പിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സ്പർശിച്ച് വലിയ അനുഗ്രഹം നേടിയ മരത്തടി എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ. കുറച്ചു കാലമല്ലേ കിട്ടിയത്. അവിടുത്തെ ദിക്റും അവിടുത്തെ ഖുതുബയും കുറെക്കാലം കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു റിവായത്തിൽ കാണാം, ഒരു റിപ്പോർട്ടിൽ കാണാം, ആ മരത്തടിയോട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ഇവിടെ ഇനിയും എൻ്റെ സീറ്റാകണമോ, അതല്ല നാളെ സ്വർഗത്തിൽ നിന്റെ തായ്ഭാഗത്ത് ജനങ്ങളൊക്കെ വിശ്രമിക്കുന്ന നല്ലൊരു മരമാകണമോ? മരത്തടി പറഞ്ഞു, നബിയേ, ദുനിയാവിൽ കുറച്ച് ഞാൻ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ഇനി നാളെ സ്വർഗത്തിൽ എനിക്കൊരു മരമായി കിട്ടിയാൽ മുഅ്മിനീങ്ങൾ എൻ്റെ അടിഭാഗത്ത് വന്ന് വിശ്രമിക്കുകയും നല്ല വർത്തമാനങ്ങൾ പറയുകയും എൻ്റെ കായ്ക്കനികൾ അവർ ഭക്ഷിക്കുകയും ചെയ്യുമല്ലോ. സ്വഹാബത്തിനോട് പറഞ്ഞു, എങ്കിൽ ജന്നത്തുൽ ബഖീയിൽ ഒരു ഖബർ കുഴിച്ചിട്ട് ഈ മരത്തടി കൊണ്ടുപോയി മറവ് ചെയ്യൂ. നാളെ സ്വർഗത്തിൽ ജനങ്ങൾക്കതൊരു സീറ്റാകട്ടെ. അങ്ങനെ സ്വഹാബത്ത് പോയി ഖബർ കുഴിച്ചു, മരത്തടി അവിടെ മറവ് ചെയ്തു എന്ന് റിപ്പോർട്ടിൽ കാണാം. മരത്തടി, ഉണങ്ങിയ മരത്തടിയാണ് സംസാരിക്കുന്നത്. മരത്തിനുള്ള ജീവൻ സാധാരണ പറയാറുള്ളത് അതിൻ്റെ പച്ചപ്പ് നിലനിൽക്കുമ്പോഴാണ്. ഇത് പച്ചപ്പൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമാനമാണ്. ആ ബഹുമാനം പറഞ്ഞാൽ തീരുകയില്ല. എല്ലാ ജീവികളും തങ്ങളോട് സംസാരിച്ചില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം 3 ദിവസം തങ്ങൾ താമസിച്ച ഗുഹയാണ് ഗാർ സൗർ. ഗാർ സൗർ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പം. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഗുഹയൊക്കെ നന്നാക്കി ദ്വാരങ്ങളൊക്കെ അടച്ച് അവസാനം ഒരു ചെറിയ ഒരു പൊത്ത് അടക്കാൻ ശീലയും മറ്റൊന്നും കിട്ടാതിരുന്നപ്പോ ആ ഭാഗത്തേക്ക് പതുക്കെ കാല് വെച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ചാരിയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളിലേക്ക് വിളിച്ച് തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു. കിടന്നിട്ട് അങ്ങനെ ഉറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിൽ പാമ്പ് വന്നിട്ട് ആഞ്ഞു കൊത്തുന്നു. കുറേ നേരം അങ്ങ് കൊത്തിയപ്പോ വേദന സഹിക്കാൻ കഴിയാതെ ആയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു കരഞ്ഞുപോയി. കണ്ണീരുറ്റിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു കരയാണ്. എന്താന്ന് ചോദിച്ചപ്പോ പാമ്പ് കടിച്ച വിവരം പറഞ്ഞു. കാലെടുക്കാൻ പറഞ്ഞു. കാലെടുത്തപ്പോ ഉള്ളിലുള്ള പാമ്പ് എന്താ സംസാരിക്കുന്നതെന്ന് അറിയോ? കുന്തു മുഷ്താഖത്തൻ ഇലൈഹി മുന്ദു കദാ സിനീൻ. ഇമാം റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയാണ്. വേറെ റിപ്പോർട്ടിൽ 30 വർഷമായി ഞാൻ ഈ ഗുഹക്കുള്ളിൽ താമസിക്കുന്നു. ഈ ഗുഹക്കുള്ളിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയത് ഇന്നലെയല്ല, വർഷങ്ങളോളമാണ്. ഫലിമ ഹജബ്തനി അൻഹു, മുത്തുനബിയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാ നിങ്ങൾ എന്നെ തടഞ്ഞത്? എന്തിനാ നിങ്ങൾ എനിക്ക് മറയിട്ടത്? അതിനാണ് ഞാൻ കൊത്തിയത്. ഇത് കൊത്താൻ പാടുള്ളൊരു കാലല്ല എന്നെനിക്കറിയാം, ബഹുമാനമുള്ള കാലാണെന്നറിയാം. പക്ഷേ എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണമെന്നാണ്. തങ്ങൾ ഈ ഗുഹയിലേക്ക് വന്നു ചേരുമെന്ന് അറിഞ്ഞതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ താമസിച്ചപ്പോ എന്തിന് നിങ്ങൾ എന്നെ മറയിട്ടു? ഒരുപാട് ദ്വാരങ്ങൾ ഞാൻ കൊത്തിയുണ്ടാക്കിയിരുന്നു, പലതും നിങ്ങൾ അടച്ചില്ലേ? ഒന്ന് അടക്കാനുള്ള ശീല തികയാതിരുന്നപ്പോ നിങ്ങൾ കാലുകൊണ്ടത് മറച്ചില്ലേ? ഏതെങ്കിലും ഒന്നിലൂടെ കാണാനുള്ള ചാൻസ് നോക്കുമ്പോ എല്ലാം നിങ്ങൾ അടച്ചിട്ടുണ്ട്. അവസാനം ഞാൻ ഇതിലേക്ക് വന്നു നോക്കുമ്പോ കാലുകൊണ്ട് നിങ്ങൾ മറച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ കൊത്തിയത്. സംസാരിച്ചു പോയി. ദീവികൾ എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ അമാനുഷിക സ്വഭാവങ്ങൾ
അള്ളാഹു നൽകിയ ബഹുമാനങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയേ തങ്ങൾക്ക് നാം ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ധാരാളം ധാരാളം തന്നിരിക്കുന്നു. എത്രേ അത് പറയാനോ എണ്ണി തീർക്കാനോ കണക്ക് കൂട്ടി എഴുതി തീർക്കാനോ കഴിയില്ല. ധാരാളം പഠിക്കാനും അനുഗ്രഹിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കൗസറിനെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഓരോന്നും ഞാൻ വായിക്കുന്നില്ല. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് അല്ലാഹു തആല ചോദിക്കുന്നത് എന്താണെന്നറിയോ മുഅ്മിനീങ്ങളെ? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അതിനെ സംബന്ധിച്ച് ഒറ്റ വാക്ക് പറയട്ടെ, വിശദീകരണം ഇൻഷാ അല്ലാഹ് മുഴുവനായും നാളെ പറയാം. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയേ, ധാരാളം അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നാം നൽകിക്കഴിഞ്ഞല്ലോ. തങ്ങൾ എനിക്ക് തരേണ്ടത് രണ്ട് കാര്യമാണ്. ഫസ്വല്ലി ലിറബ്ബിക, തങ്ങളെ റബ്ബിന് വേണ്ടി തങ്ങൾ അവിടുത്തെ ശരീരം സമർപ്പിക്കണം, അഥവാ നിസ്കാരം നിലനിർത്തണം. ഫസ്വല്ലി ലിറബ്ബിക, തങ്ങൾ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം നബിയേ. വൻഹർ, തങ്ങൾ ബലിദാനം നിർവഹിക്കണം. അതേ നിസ്കാരം അത് ശരീരത്തിന്റെ സമർപ്പണമാണ്, ബലിദാനം സമ്പത്തിന്റെ സമർപ്പണമാണ്. നമ്മുടെ ശരീരം ആർക്ക് വേണ്ടിയുള്ള ശരീരമാണ്? അള്ളാഹുവിന് വേണ്ടിയുള്ള ശരീരമാണ്. നമ്മുടെ സമ്പത്ത് ആർക്ക് വേണ്ടിയുള്ള സമ്പത്താണ്? അള്ളാഹുവിന് വേണ്ടിയുള്ള സമ്പത്താണ്. ശരീരവും സമ്പത്തും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണം നബിയേ. ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ, ഏറ്റവും വലിയ ബഹുമാനങ്ങൾ തങ്ങൾക്ക് നാം നൽകിയില്ലയോ? അതിന് തങ്ങൾ എനിക്ക് തരേണ്ടത് അതേ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, തങ്ങൾ നിസ്കാരം നിലനിർത്തണം. അതുപോലെ തന്നെ വൻഹർ, തങ്ങൾ ബലിദാനം നിർവഹിക്കണം. നന്ദി ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അള്ളാഹു ചോദിക്കുന്ന വലിയൊരു നന്ദി സഹോദരങ്ങളെ നിസ്കാരം കൊണ്ടാണ്. നിസ്കാരമാണോ വലിയ നന്ദി? അതേ, നിസ്കാരം വലിയ നന്ദിയാണ്. നന്ദി പൊതുവെ 3 രൂപത്തിലല്ലേ നന്ദി ഉണ്ടാകുന്നത്? മനസ്സുകൊണ്ടുള്ള നന്ദി, അതേ വാക്കുകൊണ്ടുള്ള നന്ദി, പ്രവർത്തനം കൊണ്ടുള്ള നന്ദി. 3 നന്ദിയും ഒരുമിച്ച് കൂടിയ വലിയ ഇബാദത്ത് നിസ്കാരം തന്നെ.